അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 27-ാം അധ്യായം 23, 24 വാക്യങ്ങൾ ദൈവവചന ധ്യാനത്തിന് വേണ്ടി വായിപ്പാൻ കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുന്നു. അപ്പോസ്തല പ്രവൃത്തി 27, 23, 24 വാക്യങ്ങൾ. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ എൻ്റെ അടുക്കൽ നിന്ന്, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ, ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കൂ, പൗലോസേ ഭയപ്പെടരുത്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കേണ്ടതാകുന്നു. 23-ാമത്തെ വാക്യം വായിച്ചേ, സഭ മുഴുവൻ. എൻ്റെ ഉടയവനും ഞാൻ സേവിച്ചു വരുന്നവനുമായ ദൈവത്തിൻ്റെ ദൂതൻ ഈ രാത്രിയിൽ, ഒരു യാത്രയിൽ സംഭവിച്ച ഒരു ദൈവപ്രവൃത്തി സിയോൺ യാത്രികരായിരിക്കുന്ന നമ്മുടെ ലൈഫിലേക്കൊന്ന് ആഡ് ചെയ്യുവാൻ ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ ശരണപ്പെടുന്നു. നാം എല്ലാം യാത്രക്കാരാണ്. നമ്മുടെ ജീവിതമേ ഒരു യാത്രയാണ്. ഈ യാത്രയിൽ സംഭവ്യമാകുന്ന കുറേ സംഭവങ്ങളും ആ സംഭവങ്ങളിൽ ഒരു ഭക്തനോടുള്ള ദൈവത്തിൻ്റെ ഇടപെടലുമാണ് ഇന്നത്തെ സന്ദേശം ദൈവം നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത്. യേശു കർത്താവ് കഴിഞ്ഞാൽ പുതിയ നിയമസഭയ്ക്ക് വേണ്ടി ശരീരത്തിൽ ഇത്രയും കഷ്ടം അനുഭവിച്ചൊരു ഭക്തൻ ഭൂമിയിൽ വേറെയില്ല. നമ്മുടെ ലൈഫിൽ ഇന്നത്തെ ഈ ഒരു ജനറേഷനിൽ നാം വന്ന് നിൽക്കുമ്പോൾ ഒത്തിരി കൺഫർമേഷനിലല്ല നാം നിൽക്കുന്നത്, ഒത്തിരി കൺഫ്യൂസ് ആയിട്ടാണ് പലരും നിൽക്കുന്നത്. പലർക്കും പല കാര്യങ്ങൾക്കും ആൻസർ ഇല്ല, ഉണ്ടെങ്കിൽ തന്നെ വ്യത്യസ്തമായ രീതിയിൽ പലരുമായി തട്ടിച്ചു നോക്കുന്നു. പല സന്ദേശങ്ങളായി, പല ഉപദേശങ്ങളായി, പല മേഖലകളിൽ എത്തും പിടിയും കിട്ടാതെ നങ്കൂരമില്ലാത്ത ഒരു കപ്പൽ പായുന്നത് പോലെ എങ്ങോട്ടോ പോകുന്ന യാത്രികർ ഒരുപക്ഷെ എൻ്റെ ശ്രോതാക്കളിൽ കാണാം. പക്ഷേ ഇന്ന് കർത്താവ് നിങ്ങൾക്ക് കൈമാറുക, പരിശുദ്ധാത്മാവ് കൺഫ്യൂഷൻ തരുന്ന സ്പിരിറ്റല്ല, കൺഫർമേഷൻ തരുന്ന സ്പിരിറ്റാണ്. മനുഷ്യനെല്ലാം സംശയം ഉളവാക്കുന്ന മേഖലകളിൽ നമ്മളെ കൊണ്ടുപോകും. പക്ഷേ ഉറപ്പ് നൽകുന്ന ഒരേ ഒരു നാമമുണ്ടെങ്കിൽ അത് യേശു എന്ന നാമമാണ്. അത് പർവ്വതം പോലെയാണ്. അതുകൊണ്ടാണ് ഭക്തന്മാർ ഉറച്ചു നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെ നിൽക്കുന്നത്. ചേർന്ന് പറ ആമേൻ. കർത്താവിൻ്റെ ദാസനാകുന്ന പൗലൂസിൻ്റെ ലൈഫും ഇന്നത്തെ അപ്പോസ്തലന്മാരാകുന്ന, ഇന്നത്തെ ശുശ്രൂഷകന്മാരാകുന്ന, ഇന്നത്തെ ദൈവമക്കളാകുന്ന നമ്മുടെ ജീവിതവും തമ്മിൽ തട്ടിച്ചു നോക്കിയാൽ ഒട്ടും അത് ഒട്ടുകയില്ല. ഒട്ടിക്കാൻ എത്ര ശ്രമിച്ചാലും അത് ഒട്ടില്ല. ഒട്ടിക്കാൻ ശ്രമിക്കും തോറും ഇത് പൊട്ടിക്കൊണ്ടേയിരിക്കും. കാര്യം അത് വേറെ, ഇത് വേറെ. ഓരോ ലേഖനങ്ങളും പഠിച്ചു വരുമ്പോൾ എത്രയോ വിദൂരതയിൽ യാത്ര ചെയ്യുന്നവരാണ് ഞാനും നിങ്ങളുമെന്ന് അറിയാതെ സന്ദേഹത്തോടെയാണെങ്കിലും ചിന്തിച്ചു പോകും, സംശയത്തോടെയാണെങ്കിലും. കാര്യം അപ്പോസ്തലനാകുന്ന പൗലൂസാണ് യേശു കർത്താവ് കഴിഞ്ഞാൽ സഭയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ത്യാഗം സഹിച്ചൊരു ഭക്തൻ. നമ്മുടെ എല്ലാം ലൈഫിൽ ഓരോ വിഷയങ്ങൾ സംഭവിക്കുമ്പോൾ കാണുന്നവരോ കേൾക്കുന്നവരോ പറയും ഒരു കമൻസ് പറയാത്തവരായിട്ട് ആരും ഈ ഭൂവിലില്ല. ഏറ്റവും കൂടുതൽ കമൻസ് പറയുന്നത് നമ്മെ അറിയാത്തവരല്ല, നമ്മെ അറിയുന്നവരാണ്. ഇന്ന് വന്ന് അറിയാത്തവരും കൂടി കമൻസ് പറയാൻ തുടങ്ങി. ചിലരെക്കുറിച്ച് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ തൊട്ടടുത്ത ആണ്ടുകൾ നടന്നതുപോലെ തോന്നും. ആ വ്യക്തിയോട് ചോദിക്കും, നിങ്ങൾ എന്നാ ഈ വ്യക്തിയെ കണ്ടേ? അയ്യോ, ഞാൻ കണ്ടിട്ടൊന്നുമില്ല, ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ പറഞ്ഞത് പലരും കേട്ടറിഞ്ഞിട്ടുള്ള പറച്ചിലാണ്. അപ്പോൾ കാണാത്തവരും കൂടി കമൻറ്റ് പറയുന്ന ഒരു പ്രത്യേക കാലമാണ് ഈ കാലം. ഇവിടെ തന്നെ ബലപ്പെടുകയല്ലാതെ വേറൊരു വഴി ഈ ഭൂമിയിലില്ല. ഒറ്റയ്ക്കൊറ്റയ്ക്ക് ആത്മാവിൽ പിടിച്ചു നിൽക്കുന്ന ശക്തന്മാർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. തൻ്റെ ലൈഫിൻ്റെ ചില ഹിസ്റ്ററി കൈമാറാതിരിക്കാൻ തരവില്ല. കയ്യിൽ ചുരുട്ടി പിടിച്ചിരിക്കുന്ന ഒരു പേപ്പറുണ്ട്. ചുമ്മാ പേപ്പറല്ല കേട്ടോ, അധികാരകന്മാർ കയ്യിൽ കൊടുത്ത അധികാര പത്രവാ. എനിക്ക് മനസ്സിലാകുന്നില്ല, അന്ന് സഭയ്ക്ക് മീതെയായിരുന്നോ പള്ളിയുടെ അധികാരങ്ങൾ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. സഭയെ ഉപദ്രവിക്കാൻ വേണ്ടി പള്ളിക്കാർ എഴുതി കൊടുത്ത അധികാരപത്രം കയ്യിൽ. പക്ഷെ 9-ാം അധ്യായം വരുമ്പോൾ സഭയ്ക്ക് താഴെയാ പള്ളിയെന്നും സഭയ്ക്ക് താഴെയാ പള്ളിക്കാരെഴുതി കൊടുക്കുന്ന അധികാരമെന്നും സ്വർഗം തെളിയിച്ച അധ്യായമാ 9-ാം അധ്യായം. അവൻ ബെന്യാമീൻ ഗോത്രത്തിലെ ചെന്നായ, എങ്കിൽ എൻ്റെ യേശു യഹൂദ ഗോത്രത്തിലെ സിംഹമാ. ഹല്ലേലൂയ. നീ കടിച്ചു കീറുന്ന ചെന്നായെങ്കിൽ എൻ്റെ അപ്പൻ്റെ ഗർജനം മതി നീ തകർന്ന് താഴെ വീഴാൻ.
നീ ഓടി വന്ന് ഉപദ്രവിക്കുന്നത് ആരെയാണെന്നുള്ള ചിന്ത നിനക്കില്ല. പക്ഷെ ഓർക്കുക, വാഹനമൃഗത്തിൻ്റെ മുകളിൽ ഇവൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ ചുരുട്ടിപ്പിടിച്ച ഈ അധികാരപത്രം കയ്യിലുണ്ടെങ്കിലും സ്വർഗം അവനെ നോക്കി ചിരിച്ചോണ്ട് പറയുന്ന കുറെ കാര്യമുണ്ട്. എന്താ അപ്പാ ചിരിക്കുന്നേ? അറിയാവോ, എൻ്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടവനാണെന്നറിയാവോ? ഇപ്പം എനിക്കെതിരെ ഇങ്ങനെ കുതറി ഓടുന്നെന്നറിയാമോ? പ്രൈസ് ദി ലോർഡ്. അവനിങ്ങനെ കുതിരപ്പുറത്ത് ഇന്ന് പോവുകയാണെങ്കിൽ എൻ്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടവനാ നീ പോകുന്നെന്നറിയാമോ? സഹോദര സഹോദരി, മനസ്സോടെ ആരെയും തള്ളണ്ട. ചിലതിനെയൊക്കെ ദൈവം ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോകുകയാ. ഹല്ലേലൂയ. ഇന്ന് നിങ്ങൾ പ്രതീക്ഷിച്ച ആരും നിങ്ങളുടെ ഐഡിയയ്ക്കനുസരിച്ച് പൊങ്ങിയിട്ടില്ല. തള്ളിക്കളയേണ്ട മനസ്സോടെ ഞാൻ ഗ്യാരണ്ടി തരാം, ആത്മസാന്നിധ്യം അവനെ വഴിയിൽ തൊട്ടാൽ മതി, ആ വ്യക്തി ഒരു അപ്പോസ്തലനായി മാറാൻ എന്ത് സമയം വേണം സഹോദരങ്ങളെ? അവൻ എൻ്റെ നാമത്തിന് വേണ്ടി എന്തെല്ലാം കഷ്ടം സഹിക്കേണ്ടതാകുന്നു. അതുകൊണ്ട് ഇന്ന് നിങ്ങൾക്ക് ശത്രുവായി തോന്നുന്നവനെ ഓർത്തൊരു സ്തോത്രം പറ. നാളെ അവനെ സാന്നിധ്യം തൊട്ടിരിക്കും. ഞാൻ കൈമാറാം. പൗലോസിനെ ഈ നിലയിൽ ദൈവം ഉപയോഗിക്കാൻ കാര്യം എന്താണ്? ഒരു വിസിറ്റേഷൻ ആയിരുന്നു അത്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു സന്ദർശനമായിരുന്നു. സഭ ചേർന്ന് പറ, വിസിറ്റേഷൻ. ഒന്നുകൂടെ കൈമാറിക്കുക, വിസിറ്റേഷൻ. സൂര്യനെ വെല്ലുന്ന വെളിച്ചം നട്ടുച്ച സമയത്ത് ആ വെട്ടത്തെ വെല്ലാൻ പറ്റിയ ഏക വെട്ടം ഭൂമിയിൽ ഉണ്ടെങ്കിൽ അത് സാന്നിധ്യമാണ്. അത് സാന്നിധ്യമാണ്. സഭ ചേർന്ന് പറ, സാന്നിധ്യം. ആ സാന്നിധ്യം വന്നപ്പോൾ അവൻ്റെ സ്വഭാവം മാറി. ആ സാന്നിധ്യം വന്നപ്പോൾ അവൻ്റെ ലക്ഷ്യം മാറി. ആ സാന്നിധ്യം വന്നപ്പോൾ അവൻ്റെ ഭൗതിക ഗർജനങ്ങൾ മാറി. ആ സാന്നിധ്യം വന്നപ്പോൾ ഒരു കുഞ്ഞാടിനെ പോലെ അവൻ മുട്ടുമടക്കുകയാണ്. അന്ന് മുതൽ ഇവൻ്റെ പടയോട്ടം ആരംഭിക്കുകയാണ്. ആ സമയത്താണ് ഇവൻ അറേബ്യ മരുഭൂമിയിൽ പോയിരുന്ന് ദൈവത്തിന് മുമ്പാകെ മുഴങ്കാൽ മടക്കിയിരിക്കുന്നത്. ദീർഘയാണ്ടുകൾ അറേബ്യ മരുഭൂമിയിൽ പോയിരുന്ന് ദൈവശബ്ദം കേട്ടതിൻ്റെ പരിണിത ഫലമായി താൻ എഴുതുകയാ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 11 ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾക്ക് ഏൽപ്പിക്കുകയും ചെയ്തത് എന്തെന്നാൽ, ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചു കഴിഞ്ഞാൽ ഉടനെ അവൻ ശുശ്രൂഷ തെരഞ്ഞെടുത്ത് പോകുകയല്ലായിരുന്നു. ആ സാന്നിധ്യം കുറച്ചും കൂടി അനുഭവിപ്പാൻ അവൻ എന്തൊക്കെയോ പിന്നെയും പറയുവാനുണ്ട്, അവൻ എന്തൊക്കെയോ പിന്നെയും ചെയ്യുവാനുണ്ട് എന്നുള്ള ചിന്തയകത്ത് കയറി അവൻ ഓടിപ്പോയി ആ മരുഭൂമിയിൽ ദൈവത്തിന് മുമ്പിൽ മുട്ടുമടക്കി അവനിൽ നിന്ന് പ്രാപിക്കുകയാണ്. പ്രാപിച്ചതിന് ശേഷം വരുന്ന മിനിസ്ട്രി നിങ്ങൾ പഠിക്കുക. ആ മിനിസ്ട്രിയാണ് ഇന്നത്തെ സഭായോഗത്തിൽ ദൈവിക സന്ദേശമായി ഞാൻ നിങ്ങൾക്ക് കൈമാറാൻ പോകുന്നത്. ആവലോടെ ഇരിക്കുന്നവർ കരമുയർത്തി ഒരു ആമേൻ പറ ദൈവത്തിന്. മിനിസ്ട്രിയുടെ ആരംഭം ശ്രദ്ധിക്കുക. ഈ വരവ് കണ്ടാൽ തന്നെ അറിയാം ഒരുത്തനും തകർക്കാൻ കഴിയില്ല. ആ വരവ് കണ്ടാൽ തകർക്കാൻ കഴിയില്ലെന്നറിയാം. എങ്കിലും തകർക്കാൻ ആരും നോക്കാതിരിക്കും എന്നല്ല ഞാൻ പറഞ്ഞത്, സകലരും തകർക്കാൻ നോക്കും. അപ്പോസ്തോലിക ശുശ്രൂഷയുടെ ഒരു മകുട ഉദാഹരണമാണ് അപ്പോസ്തലനാകുന്ന വിശുദ്ധ പൗലോസ്. പത്രോസ് കൂടെ നടന്നു യേശുവിൻ്റെ, യോഹന്നാൻ കൂടെ നടന്നു യേശുവിൻ്റെ, യാക്കോബ് കൂടെ നടന്നു യേശുവിൻ്റെ, പൗലോസ് ആത്മാവിൽ നടന്നു യേശുവിൻ്റെ. ഒരിക്കൽ യേശു ഇങ്ങനെ ഡിക്ലെയർ ചെയ്തു, തോമസേ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഇവർ ജഡത്തിൽ യേശുവിനെ കണ്ടു, പൗലോസ് ആത്മാവിൽ യേശുവിനെ കണ്ടു. ഞാൻ കൈമാറുകയാ, ജഡമല്ല ഇവിടെ വിഷയം, ആത്മാവത്രേ ഇവിടെ വിഷയം. ഹല്ലേലൂയ. ആത്മാവിൽ ഇന്നത്തെ സഭായോഗം കൈമാറുന്നവർക്കായി സ്തോത്രം. ആത്മാവിൽ കൈമാറിയാൽ ജഡത്തിനിവിടെ സ്വാധീനത ഉണ്ടാവുകയില്ല. ആത്മാവിൽ കൈമാറാൻ വേണ്ടിയ അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കുവാൻ ഞാൻ ആത്മാവിൽ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കുക, തൻ്റെ മിനിസ്ട്രി എന്നാരംഭിച്ചോ അന്ന് കഷ്ടതയും ആരംഭിച്ചു. ശ്രദ്ധിക്കുക, മിനിസ്ട്രി എന്നാരംഭിച്ചോ അന്ന് കഷ്ടതയും ആരംഭിച്ചു. ഞാൻ മിനിസ്ട്രി ആരംഭിച്ചിട്ട് 22 വർഷമായെന്ന് ഞാൻ പറഞ്ഞു. മിനിസ്ട്രി തുടങ്ങിയപ്പോൾ മുതൽ കഷ്ടങ്ങൾ ആരംഭിച്ചു. സത്യം, 10-15 വർഷങ്ങൾ കഷ്ടങ്ങളായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങനെയുള്ള കഷ്ടങ്ങളൊക്കെ മാറാൻ തുടങ്ങി. പക്ഷെ പൗലോസിൻ്റെ ലൈഫിൽ കണ്ണടയുന്നത് വരെ കഷ്ടങ്ങൾ ഏറുകയായിരുന്നു. ഇതാണ് നമ്മളും പുള്ളിയും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ ശുശ്രൂഷ തുടങ്ങി, യേശുവിനെ കണ്ടു, സെറ്റപ്പായി വരികയായിരുന്നു. പുള്ളി ശുശ്രൂഷ തുടങ്ങി, സെറ്റപ്പ് പോകാൻ തുടങ്ങി. ശുശ്രൂഷ തീരുന്ന സമയം ഒരു സെറ്റപ്പും ഇല്ലായിരുന്നു. ഓ ഹല്ലേലൂയ. ഒരൊറ്റ പുതപ്പ് കൊണ്ട് ശുശ്രൂഷ തീർത്തവനായിരുന്നു പൗലോസ്. ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നു, ഇന്ന് പലരുടെയും കാഴ്ചപ്പാടിനെ ദൈവം ഒന്ന് തൊടാൻ പോകുകയാ. നിന്റെ കണ്ണ് മണ്ണിൽ ഉടക്കിയെങ്കിൽ മണ്ണിൽ നിന്ന് കണ്ണ് വെട്ടിത്തിരിയാൻ പോകുകയാ. കർത്താവിൻ്റെ നിത്യതയിലേക്ക്, കർത്താവിൻ്റെ വിണ്ണിലേക്ക് നിന്റെ കണ്ണൊന്ന് വെട്ടിത്തിരിയാൻ ആത്മാവ് കൈമാറുകയാ.
പ്രൈസ് ദി ലോർഡ്. ശക്തമേറിയ അനുഭവങ്ങൾ പറയാനുണ്ട്. താൻ പറയുന്നത് 14 സംവത്സരങ്ങൾക്ക് മുമ്പ് നടന്നൊരു സംഭവം. എനിക്ക് ക്രിസ്തുവിൽ ഒരു മനുഷ്യനെ അറിയാം. അവൻ 14 സംവത്സരങ്ങൾക്ക് മുമ്പ് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ഇവൻ പറയുക ആരെക്കുറിച്ചാ? തന്നെക്കുറിച്ച് തന്നെ പറയുകയാ. പക്ഷെ എനിക്കവനെ അറിയാം. താൻ തന്നെ പറയുന്നു, ക്രിസ്തുവിനെ പോലും ഞാൻ ജഡത്തിൽ അറിയുന്നില്ല, ആത്മാവിലാണ് ഞാൻ അറിയുന്നത്. താൻ തന്നെക്കുറിച്ച് പറയുക. ആമേൻ. അവൻ എടുക്കപ്പെട്ടു 14 സംവത്സരങ്ങൾക്ക് മുമ്പ്. ആമേൻ. താൻ തന്നെ പറഞ്ഞു വരുമ്പോൾ തന്നെ ഒതുക്കി പറയുക, 3-ാം സ്വർഗത്തിന്റെ ആഴങ്ങൾ കാണുവാൻ ദൈവം നിയോഗിച്ചൊരു ഭക്തൻ ഒരിക്കൽ തൻ്റെ സുവിശേഷ വേലയുടെ കഷ്ടതയിൽ രക്ഷപ്പെട്ടത് മതിൽ വഴി ഒരു കൊട്ടയ്ക്കകത്ത് കയറ് കെട്ടി താഴോട്ടിറക്കുക. ഇറങ്ങി വരുന്നത് ആരാ? അപ്പോസ്തോലൻ. കൊട്ടയ്ക്കകത്തിരിക്കുന്നത് ആരാ? അപ്പോസ്തോലൻ. പറയൂ ആമേ. ഒരു കൊട്ടയ്ക്കകത്ത് മതിൽ വഴി കയറ് വഴി കെട്ടി ഇറക്കുക. ആരായിരിക്കുന്നത്? 3-ാം സ്വർഗം കണ്ടവനാ. സഹോദരിമാരെ, സഹോദരങ്ങളെ, നമ്മുടെ കാഴ്ചപ്പാടും അവൻ്റെ കാഴ്ചപ്പാടും ഒന്ന് തട്ടിച്ചു നോക്കണം. ഇന്ന് ഞാൻ ഈ സന്ദേശം പ്രസംഗിക്കുന്നത് 100% തൃപ്തിയോടെയാണ്. ഇന്ന് സത്യം തിരിച്ചറിഞ്ഞു മറ്റുള്ളവർ പറയുന്നതല്ല വിഷയം. നിനക്കും ദൈവമായിട്ടൊരു ബന്ധമുണ്ട്. ഈ ഭൂവിൽ കെട്ടിപ്പടുക്കുന്ന സൗധങ്ങളല്ല വിഷയ. ഇവിടെ യേശുവിന് വേണ്ടി എരിയാൻ പറ്റിയാൽ, അവന്റെ ആഗ്രഹത്തിനനുസരിച്ച് ജീവിതം സമർപ്പിക്കാൻ പറ്റിയാൽ, അതാണ് നന്മയെന്നറിയുന്ന ദൈവമക്കൾ. ഒന്ന് സ്തോത്രം പറ ദൈവത്തിന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവിനെ സേവിക്കുന്ന ദൈവമക്കളെ, നന്മയില്ലെന്നല്ല ഞാൻ പറഞ്ഞേ, നന്മയുണ്ട്. വിടുതലില്ലെന്നല്ല ഞാൻ പറഞ്ഞേ, വിടുതലുണ്ട്. പക്ഷെ ഇതിനേക്കാളെല്ലാം വലുതാണ് യേശു. ഓ ഹല്ലേലൂയ. ഈ പുസ്തകം വിശ്വസ്തയോടുകൂടി നിങ്ങൾ എടുക്കുകയാണ്. ഈ പുസ്തകം വിശ്വസ്തയോടുകൂടി നിങ്ങൾ എടുക്കുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ തലകുനിയാൻ ദൈവം അനുവദിക്കില്ല. പക്ഷെ ഇതിൻ്റെ അകത്തെ 14 ലേഖനം എഴുതി ചേർത്ത പുള്ളിയെക്കുറിച്ച് ഇപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇത് വിശ്വസ്തയോടെ എടുത്ത് ഒരെണ്ണം പോലും തകർന്നിട്ടില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് 14 ലേഖനം എഴുതി കൊടുത്തൊരു ഭക്തന്റെ ചില ചരിത്രങ്ങളൊന്ന് തുറക്കാം. 2 കൊരിന്ത്യ ലേഖനം തുറക്കുക സകല ദൈവമക്കളും. 2 കൊരിന്ത്യൻസ് 2 കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ തന്നെക്കുറിച്ച് പറയുന്ന ചില കാര്യങ്ങൾ. 11-ാം അധ്യായം 22-ാമത്തെ വാക്യം ദയവായി വായിക്കുക. ആ വാക്യം ശ്രദ്ധിച്ചേ. ഞാൻ പൗലോസ് പറയാം, ഞാൻ എങ്ങനെ സംസാരിക്കുന്നു? ഇപ്പം എല്ലാം ബുദ്ധിഭ്രമം പോലെയൊക്കെ തോന്നും ഈ സംഭവം വായിച്ചു വരുമ്പോൾ പ്രത്യേകിച്ച് ഈ ജനറേഷനിൽ ഇതൊരു ബുദ്ധിഭ്രമം പോലെ തോന്നാൻ ചാൻസ് ഉണ്ട്. എന്നാ മിണ്ടാത്തെ? ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി അങ്ങോട്ട് വായിക്കാൻ പോകുന്ന സംഭവങ്ങൾ വായിക്കുമ്പോൾ സാമ്പാസ് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞങ്ങളുടെ കൃപയ്ക്ക് ദുബായ് ജോലി കിട്ടിയ കാര്യം ആൻറ്റി പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങളുടെ മകൾ സ്വീഡനിൽ സന്തോഷമായിരിക്കുന്ന ആൻറ്റി പറഞ്ഞതേ ഉള്ളൂ. സാറേ, ദുബൈയും സ്വീഡനും ഒന്നുമല്ല ഞാനീ പറയുന്നത്, സ്വർഗമാണ് ഞാനീ പറയുന്നത്. നീ യേശുവിനെ ഫോളോ ചെയ്താൽ നന്മയും കരുണയും നിന്നെ ഫോളോ ചെയ്യും. അതിന് നീ സ്തോത്രം ചെയ്ത് അവനെ ഒന്ന് ഫോളോ ചെയ്താൽ മതി. നന്മയും കരുണയും നിന്നെ ഫോളോ ചെയ്യും. നീ ഇതിൻ്റെ മിഡിലാണ്. എന്താ? ഫ്രണ്ടിൽ യേശു, ബാക്കിൽ നന്മയും കരുണയും. നീ ഇതിൻ്റെ ഇടയ്ക്ക് എന്താ മിണ്ടാത്തെ? ഫ്രണ്ടിൽ യേശു, നിന്റെ ബാക്കിൽ നന്മയും കരുണയും. പറഞ്ഞേ ആമേ. നീ ഫ്രണ്ടിൽ അതോ യേശു ഫ്രണ്ടിൽ? ഹല്ലേലൂയ. നിനക്ക് മുമ്പിൽ യേശു, നിനക്ക് തൊട്ടുപുറകെ നന്മയും കരുണയും. ആ നന്മയും കരുണയും എന്നുള്ളതിൻ്റെ ഇടയ്ക്ക് എല്ലാം ഉണ്ട്. വിസയുണ്ട്, രാജ്യമുണ്ട്, വീടുണ്ട്, ഭൗതികമുണ്ട്, അനുഗ്രഹമുണ്ട്. ആ നന്മയും കരുണയ്ക്കകത്ത് എന്തെല്ലാം ഉണ്ടോ എല്ലാം ഉണ്ട്. പക്ഷെ ഒരേ ഒരു പ്രോബ്ലം, ഇടയ്ക്കിടയ്ക്ക് നീ നന്മയും കരുണയും ഇങ്ങനെ നോക്കൂ. അപ്പം ഫ്രണ്ടിലെ ആളങ്ങ് പോയി. അപ്പോൾ ഒരു ഗ്യാപ്പ് വന്നു. ഇതിൻ്റെ ഇടയ്ക്കാണ് വ്യാഭിചാരവും മന്ത്രവാദവും എല്ലാം കയറുന്നത്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാകുന്നത്. ആയുസ്സിൽ നന്മയും കരുണയും നോക്കണ്ട, അത് ഫോളോ ചെയ്യുന്നുണ്ട്. എന്നാ മിണ്ടാത്തെ? ലോത്തിന്റെ ഭാര്യ ഒന്ന് നോക്കിയതല്ലേ ഉള്ളൂ, പിന്നെ നോക്കണ്ട വന്നോ? നോക്കാതിരിക്കുന്നവർക്കായി സ്തോത്രം. ഓൾറെഡി നിന്റെ പുറകെ നന്മയുണ്ട്. ഫോളോ മീ. യേശു പറഞ്ഞു, നീ ഫോളോ ചെയ്താൽ മതി, നിന്നെ എല്ലാ നന്മയും ഫോളോ ചെയ്തോളൂ. ഹല്ലേലൂയ. എത്ര പേർക്ക് അവനെ അനുഗമിക്കാൻ കഴിയും? പുറകോട്ട് തിരിഞ്ഞു നോക്കാതെ അവനെ അനുഗമിക്കുന്നവർക്കായി സ്തോത്രം.
അപ്പം ഞാൻ ചോദിക്കട്ടെ, ലോത്ത് കുടുംബം ദൂതൻ പിടിച്ചോണ്ട് പോവല്ലേ? ദൂതൻ വന്ന് ലോത്തിന്റെ കൈക്ക് പിടിക്കുന്നു. ലോത്തിന്റെ ഭാര്യ ലോത്തിയുടെ കൈക്ക് എന്ത് ചെയ്യുന്നു? മനസ്സിലായില്ല? ദൂതൻ വന്ന് ലോത്തിന്റെ കൈക്ക് പിടിക്കുന്നു. ലോത്ത് ആരുടെ കൈക്ക് പിടിക്കുന്നു? ലോത്തിയുടെ കൈക്ക് പിടിക്കുന്നു. ദൂതൻ പറയുന്നു, പുറകോട്ട് തിരിഞ്ഞ് നോക്കരുത്, മുമ്പോട്ട്. ഉടനെ ദൂതൻ കൊണ്ടുപോവുക. കുറച്ച് കഴിഞ്ഞപ്പം ദൂതന് സന്തോഷമായി, കാരണം തൊട്ട് പുറകെ ആരുണ്ട്? ലോത്തുണ്ട്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പുറകോട്ടൊരു പിടി. ലോത്തിന് മനസ്സിലായി, ഞാൻ പുറകോട്ട് നോക്കിയാൽ ദൂതൻ ഫ്രണ്ടിലോട്ടേ പോവുള്ളൂ. ഭാര്യയുടെ ആണേലും ഈ കാര്യത്തിൽ പിടിവിടുക നല്ലത്. ഈ കാര്യത്തിൽ ഭാര്യയെ നോക്കരുത് ഭർത്താക്കന്മാരെ, ദൂതനെ മാത്രമേ നോക്കാവൂ. എൻ്റെ ഭാര്യ എന്നും പറഞ്ഞ് വചനം ഇങ്ങനെയാണെന്നും പറഞ്ഞുകൊണ്ട് നീ നോക്കിയാൽ നീ ഉപ്പുതൂണാവും. തിരിച്ച് ഭാര്യമാരെ, ഉപ്പുതൂണാകുന്ന വിഷയമാണെങ്കിൽ ഭർത്താവിൻ്റെ കൈ വിട്ടേക്കണം. ചില സഹോദരിമാർ പറഞ്ഞു, എമ്പണ്ട വിട്ടതാ വാസ്ത്രേ. നിനക്ക് വലുത് വിളിച്ച ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആമേൻ പറയാൻ കഴിയും? വരിക. ബുദ്ധിഭ്രമമാണെന്ന് തോന്നാം ഈ ഭാഗങ്ങൾ, ബുദ്ധിഭ്രമമാണെന്ന് തോന്നാം. സഹോദരങ്ങളെ, ഒരു നന്മയ്ക്ക് വേണ്ടി മാത്രം അധ്വാനിക്കുന്ന ഒരു ലൈഫാണ് ഈ ലൈഫെങ്കിൽ സീറോ ലൈഫാണ് ഈ ലൈഫ്. പക്ഷെ അതിനേക്കാൾ അപ്പുറം ഒരു ലൈഫ് ഉണ്ടെന്നൊരു ചിന്ത അകത്ത് കയറിയാൽ നന്മ കുറയത്തുമില്ല. സത്യം ഞാനീ പറയുന്നു. അവൻ നിറയ്ക്കുന്ന എങ്ങനെയാണെന്ന് പറയാം, അമർത്തിയിട്ട് ഒന്നുകൂടെ കുലുക്കി. എപ്പോഴാ കുലുക്ക് നിർത്തുന്നറിയാവോ? കവിയുമ്പം. എന്നിട്ടാ തൻ്റെ മക്കളെ പോഷിപ്പിക്കുന്നേ. ഇത്രയും നന്മ തരുന്ന ഒരു ദൈവം, ഇത്ര ഐശ്വര്യകരമായി നമ്മെ നടത്തുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഒന്നുകൂടെ അവൻ്റെ മുഖത്തേക്ക് ആ ദൃഷ്ടി പതിപ്പിപ്പാൻ ഹൃദയമുള്ള ദൈവമക്കൾ എത്ര പേരിന്ന് പകലതിൻ്റെ അകത്തുണ്ട്. കാഴ്ചപ്പാട് മാറണം. പണത്തിന് വേണ്ടിയുള്ള നിൻ്റെ ആ ഓട്ടമുണ്ടല്ലോ, ഇന്ന് അവസാനിപ്പിക്കണം. പണത്തിന് വേണ്ടി മരിക്കാനും തയ്യാറാണെന്നുള്ള ചിന്തയുണ്ടല്ലോ, ഇന്ന് അവസാനിപ്പിക്കണം. പണമുണ്ടെങ്കിലും പണമില്ലേലും അതിലപ്പുറമാണ് എന്നെ വിളിച്ച ദൈവമെന്നുള്ള ചിന്ത അകത്ത് കയറിയ ദൈവമക്കൾ. പേഴ്സിനെ ജയിച്ചവർ എത്ര പേർ ഇതിൻ്റെ അകത്തുണ്ട്? പണത്തെ ജയിച്ചവർ എത്ര പേർ ഇതിൻ്റെ അകത്തുണ്ട്? ജയിച്ചവർ എത്ര പേരുണ്ട്? യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പണത്തെ ജയിച്ചവർ എത്ര പേർ ഇതിൻ്റെ അകത്തുണ്ട്? പണത്തിലേക്ക് ഹൃദയം പോകാത്തവർ എത്ര പേർ ഇതിൻ്റെ അകത്തുണ്ട്? യേശുവാണ് എനിക്ക് ഏറ്റവും വലിയത് എന്ന് ഹൃദയത്തിൽ നിന്ന് പറയാൻ എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട്? ജയിച്ചവർക്കുള്ള സന്ദേശമായി ഇന്ന് രാവിലെ ഞാൻ കൈമാറുന്നത്, കവന്നു വീണാൽ കാപ്പണം എന്ന് പറഞ്ഞ് നിൽക്കുന്നവനല്ല ഇന്നത്തെ സന്ദേശം. ദരിദ്രനാണേലും പലരെയും സമ്പന്നരാക്കുന്നു എന്ന് പറഞ്ഞ അപ്പോസ്തലന്റെ അതേ പാത അകത്ത് കയറിയവർ എങ്ങനെയും സ്തോത്രം പറ ദൈവത്തിന്. അന്യദേശത്തു പരദേശിയായി മണ്ണിതിൽ കൂടാരവാസികളായി. ഒരു പഴയ വരിയത്, അന്യദേശത്തു പരദേശിയായി പഠിക്കേ മണ്ണിതിൽ കൂടാരവാസികളായി. ഉന്നതനാം ദൈവം ശില്പിയായി നിർമ്മിച്ച വന്നകരത്തിനായി കാത്തു പാർത്തിടുന്ന ഭക്തരിൻ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസം ഇത് ഭദ്രമായ ഒരു ലൈഫാന്ന് എത്ര പേർ വിശ്വസിക്കും? നമുക്കെല്ലാം വിശ്വസിക്കാൻ പറ്റാത്ത നമ്മളെല്ലാം മറ്റു വളരെ നോക്കുന്നുണ്ട്. ചിലർ കയറിപ്പോകുന്നു, ചിലർ ഇറങ്ങിപ്പോകുന്നു. കയറുകയും ഇറങ്ങുകയും ചെയ്യുന്നവരുടെ കാര്യമല്ല ഞാനീ പറയുന്നത്, നിന്റെ കാര്യം ഞാനീ പറയുന്നത്. നീ ദൈവമായിട്ട് എങ്ങനെ ആത്മാവിൽ ഒത്തിരിക്കുന്നു എന്നൊരു ഉറപ്പിന്നുണ്ടെങ്കിൽ ഈ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് ജയിക്കുകയാണ്. എന്നോട് ചേർന്ന കരം സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചെന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ഇന്ന് ഞാൻ ആത്മാവിൽ എന്നെ നിൻ്റെ കയ്യിൽ തരികയാണ്. ഇന്ന് എനിക്ക് പണത്തെ ജയിക്കാൻ, നന്മയെ ജയിക്കാൻ,
എൻ്റെ ഇല്ലായ്മയാണെങ്കിൽ ഞാൻ അലറി വിളിച്ച് കരയില്ല. എനിക്കൊത്തിരി ഉണ്ടെങ്കിൽ ഞാൻ അഹങ്കരിക്കത്തുമില്ല. എനിക്കിതിനെല്ലാം വലുതെൻ്റെ യേശുവാണ്. എൻ്റെ കര ഉയർത്തി ഞാൻ അങ്ങയ്ക്ക് ഈ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞ് ഏൽപ്പിക്കുകയാ. ഞാൻ ജയിച്ചവളാ കർത്താവേ, ഞാൻ ജയിച്ചവനാണ്. സഹോദരിമാരെ, സഹോദരന്മാരെ, എനിക്ക് ഈ രണ്ട് ഗ്രൂപ്പിനോടും രണ്ട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പണത്തെ ജയിക്കുക എന്നുള്ളത് ഈസിയല്ല സഹോദരിമാരെ. നിങ്ങളുടെ ഗണത്തിൽ രണ്ടുപേരെ ഞാൻ പരിചയപ്പെടുത്താം, നിങ്ങളുടെ ഗണത്തിലും രണ്ടുപേരെ ഞാൻ പരിചയപ്പെടുത്താം. നിങ്ങളുടെ അല്ല, നമ്മുടെ ഗണത്തിൽ. പറയൂ ആമേ. കേൾക്കാൻ എത്ര പേർക്ക് സന്തോഷമുണ്ട്? സഹോദരിമാർക്ക് എത്ര പേർക്ക് സന്തോഷം? സഹോദരിമാരെ, പരിശുദ്ധാത്മാവ് പ്രത്യേകിച്ച് പൗലോസ് രണ്ട് ഗണത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് സ്ത്രീകൾ എന്ന ഗണത്തിൽ, രണ്ട് പെണ്ണുങ്ങൾ എന്ന ഗണത്തിൽ. എന്താ മിണ്ടാത്തെ? എന്നെ ഒന്നും പറയരുത്, പൗലൂസിനെ പറയാവൂ. സഹോദരന്മാരെ, രണ്ട് ഗണത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വെയിറ്റ് ആൻഡ് സീ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് സ്ത്രീകൾ. ആ വേർഡ് കേൾക്കുമ്പോൾ ദൈവത്തിന് സന്തോഷമാണ്. പെണ്ണുങ്ങൾ എന്ന വേർഡിനോട് ബന്ധപ്പെട്ട് പൗലോസ് തിമോഥെയോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് പരിജ്ഞാനം പ്രാപിക്കാത്ത പെണ്ണുങ്ങൾ. എങ്ങനെയാണ്? ഏത് സഭയിലും സ്ത്രീകളും ഉണ്ട്, പെണ്ണുങ്ങളും ഉണ്ട്. സ്ത്രീകൾ എന്ന ഗണവുമുണ്ട് സഭയിൽ, പെണ്ണുങ്ങൾ എന്ന ഗണവുമുണ്ട് സമൂഹത്തിൽ. ഒരൊറ്റയാൾ പോലും ആ രണ്ടാമത് പറഞ്ഞ വേർഡിൽ ഉണ്ടാകരുത്. കർത്താവിൻ്റെ മുമ്പിൽ കർത്താവുള്ള സ്ത്രീകളായി മാറണം. കർത്താവ് ഭരമേൽപ്പിച്ച ദൗത്യം തികയ്ക്കുന്ന സ്ത്രീകളായി മാറണം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് പൊട്ടിത്തെറിക്കുന്നത് സ്ത്രീയല്ല, പെണ്ണുങ്ങളാണ്. ദൈവത്തിന് അങ്ങനെയുള്ളവരെ വേണ്ട. സ്ത്രീക്ക് ഒരു നാവേ കാണൂ, പെണ്ണുങ്ങൾക്ക് 1000 നാവ് കാണും. ദൈവത്തിന് വേണ്ടത് സ്ത്രീകളെയാണ്, സ്ത്രീകളെയാണ്. സമയം ഓടുന്നു. എനിക്കൊത്തിരി സ്ത്രീകളെ പഴയ പുതിയ നിയമങ്ങളിൽ നിന്ന് നിരത്തുവാനുണ്ട്. ദൈവം അതുപോലെ അവരെ ഏൽപ്പിച്ച ദൗത്യം ഭയങ്കരമായിരുന്നു. എന്തെങ്കിലും ഇല്ലായ്മ ലൈഫിൽ വരുമ്പോൾ പൊട്ടിത്തെറിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഏത് ഗണത്തിലാണെന്ന് ചിന്തിക്കുക. ആഗ്രഹിച്ചത് നടക്കാതെ വരുമ്പോൾ അടുത്ത ആക്ഷൻ എടുക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏത് ഗണത്തിലാണെന്ന് ചിന്തിക്കുക. ഏത് ഗണത്തിലാണ്? പരകാര്യങ്ങളിൽ മാത്രം ഇടപെട്ട് കാര്യങ്ങൾ സംസാരിക്കുകയോ അങ്ങനെയുള്ള മേഖലകളെ ഇഷ്ടപ്പെടുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങൾ തന്നെ ആ ഗണത്തിൽ ഏതാണെന്ന് ചിന്തിക്കുക. ദൈവത്തിന് ഇഷ്ടം സ്ത്രീകളായി നിൽക്കുകയാണ്. ഓ ഹല്ലേലൂയ. ദൈവത്തിന് ഇഷ്ടം സ്ത്രീകളായി നിൽക്കുകയാണ്. എത്ര പഠിച്ചിട്ടും പരിജ്ഞാനമില്ലാത്ത പെണ്ണുങ്ങൾ എന്ന് പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ ആഡ് ചെയ്യണമെങ്കിൽ ദൈവം ആ ഗണത്തോട് ഇടപെടുവാൻ മനസ്സില്ല. ഓരോ കാര്യങ്ങൾ പഠിക്കുക മാത്രമല്ല, പരിജ്ഞാനം പ്രാപിക്കുവാൻ, പരിജ്ഞാന പൂർത്തിയിലെത്തുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപ കയ്യിലുണ്ടെങ്കിലും കർത്താവ് നമ്മെ പെണ്ണുങ്ങൾ എന്ന ഗ്രൂപ്പിലാണ് പെടുത്തുന്നതെങ്കിൽ പണം കൊണ്ട് അർത്ഥമില്ല. ഒന്നും കൈകളിലില്ലെങ്കിലും ആർക്കും തകർക്കാൻ കഴിയാത്തൊരു നല്ല ശീലം, നല്ല സ്വഭാവം കർത്താവ് കൈമാറുന്ന സ്ത്രീകൾ എന്ന ലെവലിലുള്ളവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ സല്യൂട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരെയാണ് ദൈവത്തിന് ആവശ്യം. എത്ര സ്ത്രീകൾ, എത്ര സഹോദരിമാർ ഈ വചനത്തിന് ആമേൻ പറയും? എത്ര സഹോദരിമാർ ഈ വചനത്തിന് ആമേൻ പറയും? ആമേൻ പറയും, ആമേൻ പറയും, ആമേൻ പറയും. ഇല്ലായ്മയിൽ സന്തോഷിക്കുവാൻ, ആഗ്രഹങ്ങൾ നടന്നില്ലെങ്കിൽ ആടിപ്പാടി സ്തോത്രം ചെയ്യുവാൻ, വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് കർത്താവിനോട് തീർക്കാതെ ആമേൻ, വീട്ടിൽ എന്നാ പ്രശ്നം വേണമെങ്കിലും അവിടെ കിടന്നോട്ടെ, എനിക്കെൻ്റെ കർത്താവാണ് വലുത്. എൻ്റെ വിവാഹത്തിന് മുമ്പേ എൻ്റെ യേശു എന്നെ തൊട്ടതാണ്, എൻ്റെ അമ്മയുടെ ഉദരത്തിന് മുമ്പേ എൻ്റെ യേശു എന്നെ കണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് വലുത് ഇതൊന്നുമല്ല, എന്നെ വിളിച്ച ദൈവമാണ് എനിക്ക് വലുത് എന്നൊരു ഗണം ഇതിൻ്റെ അകത്ത് പറയാനുണ്ടെങ്കിൽ അവരെ ദൈവം ക്രിസ്തുവിന് വേണ്ടിയുള്ള സ്ത്രീകൾ എന്ന ലെവലിൽ, ഓ ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവ് ഏൽപ്പിക്കുന്ന ദൗത്യ നിർവഹണ പാതയിൽ പൂർത്തീകരിച്ച് ജയിക്കുന്ന സ്ത്രീകൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അനന്യാസിന്റെ ഭാര്യ സഫീറ സ്ത്രീ എന്ന ഗണത്തിൽ വരില്ല. പക്ഷെ അക്വിലാവിന്റെ ഭാര്യ ആമേ പ്രിസ്കില്ല, അവൾ സ്ത്രീയാ. കർത്താവ് ഏൽപ്പിച്ച ദൗത്യം ഓടിത്തകച്ചവളാണ്, ഓടിത്തകച്ചവളാണ്. ഇന്ന് എൻ്റെ കരമുയർത്തി ഞാൻ ഈ സഹോദരിമാരെ ബ്ലസ് ചെയ്യുകയാ. പരിജ്ഞാനം പ്രാപിക്കാത്ത പെണ്ണുങ്ങൾ എന്ന വേർഡ് നിങ്ങൾക്ക് ഭൂഷണമല്ല. കർത്താവിന് വേണ്ടിയുള്ള സഹോദരിയായി ഞാൻ നിൽക്കുമെന്ന് പറയുന്നവർ സ്തോത്രം പറ ദൈവത്തിന്. ഇയ്യോബിന്റെ ചരിത്രത്തിൽ കർത്താവ് പറയുന്ന ഒരു വേർഡുണ്ട്. ആ വേർഡ് സഹോദരന്മാരെ നമ്മെ കുറിച്ചാണ്. ഇയ്യോബിന്റെ അടുക്കൽ വന്ന് ദൈവം പറയുക, ഇയ്യോബേ. ഇയ്യോബ് വിളി കേട്ടു, യെസ് ലോർഡ്.
പുരുഷനെ പോലെ അരമുറുക്കണം. ആരെപ്പോലെ? യോ പുരുഷനല്ലേ? യോ പുരുഷനല്ലേ? അപ്പൊ രണ്ട് ഗണമുണ്ട്, പുരുഷന്മാരും ഉണ്ട്, അരമുറുക്കിയ പുരുഷന്മാരും ഉണ്ട്. പറയുക ആമേ. ഉണ്ടോ ഉണ്ടോ ഉണ്ടോ? അരമുറുക്കിയാൽ അല്ലേലിയ കേൾക്കുമ്പോൾ അറിയാം. അരമുറുക്കുക എന്ന് പറഞ്ഞാൽ പ്രതിസന്ധിയുടെ നടുവിൽ നീ ചിലരെ ചാരി നിൽക്കുകയല്ല, നിന്നെ ആൾക്കാർക്ക് ചാരി നിൽക്കത്തക്കവണ്ണം പ്രതിസന്ധിയുടെ നടുവിൽ തൻ്റെ ഇടത്തോടെ നിൽക്കുന്നവനാണ് അരമുറുക്കിയ പുരുഷൻ. ആരും കൈത്താങ്ങാൻ ഇല്ല എന്ന് പറഞ്ഞ് മുഖം വാടുന്നവൻ പുരുഷൻ. ആരും കൈത്താങ്ങാൻ ഇല്ലേലും ഞാൻ നിൽക്കുമെന്ന് പറയുന്നവൻ അരമുറുക്കിയ പുരുഷൻ. 10 മക്കൾ ഒരുമിച്ച് മരിക്കുമ്പോഴും കർത്താവ് തന്നതാ, കർത്താവ് എടുക്കട്ടെ എന്ന് പറയുന്നത് പുരുഷനല്ല, അരമുറുക്കിയ പുരുഷൻ. ഓ സഹോദരന്മാരെ, 1-2 പേർക്ക് കൈ കൊടുത്തിട്ട് പറ, പുരുഷത്വം കാണിക്കണം. പ്രൈസ് ദ ലോർഡ്. പറയുന്നേ, പുരുഷത്വം കാണിക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. സഹോദരിമാരെ, 1-2 പേർക്ക് കൈ കൊടുത്തിട്ട് പറ, പരിജ്ഞാനം പ്രാപിക്കാത്ത പെണ്ണുങ്ങൾ എന്ന ലേബൽ നമുക്ക് വേണ്ട. പറയുക. സഹോദരന്മാരെ, കൈ കൊടുത്തിട്ട് പറ, അരമുറുക്കിയ പുരുഷനായി നിൽക്കണം. കമോൺ കമോൺ കമോൺ. ശുശ്രൂഷ അവിടെയും ഇവിടെയും നടക്കട്ടെ. അരമുറുക്കിയ പുരുഷൻ, അരമുറുക്കിയ പുരുഷൻ. പ്രൈസ് ദ ലോർഡ്. നമ്മളെങ്ങനെയാ? നമ്മൾ പുരുഷത്വം കാണിക്കുന്നത് വീട്ടിലാണ്. നമ്മളങ്ങോട്ട് വീട്ടോട്ട് കയറി വരുന്ന ഒരു മാർത്താണ്ഡവർമ്മ വരുന്ന പോലെ നമ്മൾ വീട്ടോട്ട് വരുന്നു, വീട്ടുകാരെല്ലാം സർ സല്യൂട്ട്. അപ്പം നമ്മൾ ആരായി? പുരുഷൻ. പിശാച് വരുമ്പോഴോ, എടി പ്രാർത്ഥിച്ചോണം കേട്ടോ, അന്യഭാഷ പറഞ്ഞ് പ്രാർത്ഥിച്ചോ. അതിനാ നിനക്ക് അവിടെ സല്യൂട്ട് അടിക്കാൻ ആളുണ്ട്, ലൂസിഫർ ഉണ്ടാ നിന്നെ സല്യൂട്ട് അടിക്കാത്ത, നീ എന്നാ പൂച്ച പോലായിപ്പോയോ? ദൈവത്തിന് വേണ്ടത് പുരുഷന്മാരെയല്ല, അരമുറുക്കിയ പുരുഷൻ. മനസ്സിലാകുന്നവർ തൊട്ടാവാടി പോലെ ഇരിക്കരുത്. എന്തേലും മനസ്സിലാകുന്നെങ്കിൽ അരമുറുക്കിയ പുരുഷനെ പോലെ ആമേൻ പറയണം. പ്രതിസന്ധിയുടെ നടുവിൽ ഭാര്യയോടും മക്കളോട് പറയണം, ധൈര്യത്തോടിരിക്കുക, കൂടെയുള്ളവൻ യേശുവാണ്. ഒരൊറ്റ ഭർത്താക്കന്മാരുടെ മുഖം വാടി ഭൂമിയിൽ ആരും കാണരുത്. എല്ലാം അനുകൂലമായിട്ട് ചിരിക്കാമെന്ന് വിചാരിക്കരുത്. കണ്ണടയുന്നത് വരെ എല്ലാം അനുകൂലമാകത്തില്ല. ഒറ്റയാളെ അനുകൂലമായി നിൽക്കൂ, അവൻ വിളിച്ചവനത്രേ. ദൈവത്തിന് ഇതിൻ്റെ അകത്ത് അരമുറുക്കിയ കുറെ പുരുഷന്മാരെ ആഗ്രഹമാ. ദൈവത്തിന് ഇതിൻ്റെ അകത്ത് കുറച്ച് സ്ത്രീകളെ ആവശ്യമാ. ഇവർ രണ്ടും കൂടെ ഒരുമിച്ച് ചേരുന്ന സഭയായി പാമ്പാടി രഹബോത്ത് വർഷിപ്പ് സെന്റർ മാറാൻ ദൈവം ആഗ്രഹിക്കുകയാ. എന്തുകൊണ്ടെന്നാൽ ഒരു വലിയ ഉണർവിന്റെ ജ്വാലയായി നമുക്ക് യേശുവിനായി മാറണം. Praise the Lord, praise the Lord, praise the Lord, praise the Lord. എൻ്റെ ഓരോ സന്ദേശം കേൾക്കുന്ന നിങ്ങൾക്കറിയാം, വ്യക്തിപരമായി ദൈവത്തിങ്കലുള്ള ഒരു ആശ്രയം കുറയത്തില്ല, ദൈവത്തിങ്കലുള്ള ആശ്രയം വർദ്ധിക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കൈമാറാം. 4 ദിക്കിൽ നിന്ന് കാറ്റടിച്ചാലും അരമുറുക്കിയ പുരുഷൻ. യാമങ്ങേളും വൻതീരയാൽ മുങ്ങുമാറായി വലയുകിലും മുറ്റും കാടലിൻ മീതെ 4-ാം യാമത്തിൽ, മുറ്റും കാടലിൻ മീതെ 4-ാം യാമത്തിൽ ഉച്ചസഖി അവൻ വന്നിടും തീർച്ചയായി. അത്തരിൽ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? അത്തരിൽ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? അത്തരിൽ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസ ജീവിതം പോൽ ഇത്ര ഭദ്രമാം ജീവിതം. പറഞ്ഞ ആമേ. എൻജോയ് ചെയ്ത് ദൈവസന്നിധിയിരുന്നു, ടേസ്റ്റായിട്ട് ദൈവസന്നിധിയിരുന്നു. അന്യദേശത്തു പരദേശിയായി മണ്ണീരിൽ കൂടാര വാസികേലായി. അന്യദേശത്തു പരദേശിയായി മണ്ണീരിൽ കൂടാര വാസികേ. ഓ ഉന്നതനാം ദൈവം
ഉന്നതനാ ദൈവം ശില്പിയായി നിർമ്മിച്ച വന്നകരത്തിനായി കാത്തു വസിക്കുന്ന ഭക്തരിൻ വിശ്വാസം ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൻ വിശ്വാസ ജീവിതം ഇത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഭക്തരിൽ വിശ്വാസ ജീവിതം പോലിത്ര ഭദ്രമാം ജീവിതം വേറെയുണ്ടോ? ഹല്ലേലൂയ. ഈ വിശ്വാസ ജീവിതം എന്നൊക്കെ പറയുമ്പം എന്നെ ടേസ്റ്റാണെന്നറിയോ? ഒന്നും ഇല്ലാതിരിക്കുന്ന സമയമാണ് അന്ന് വൈകുന്നേരം കർത്താവ് വീട്ടിൽ വരുന്നത്. എന്നാ മിണ്ടാത്തെ? കർത്താവ് വീട്ടിൽ വരുവാ, എന്തെങ്കിലും തന്നിട്ട് പോകുന്നു. ഇത് സന്തോഷം. കർത്താവ് വന്നാൽ മതി, ഒന്നും തരികയും വേണ്ട. ടേസ്റ്റ് പിടിച്ച് ജീവിക്കുന്നവർ എത്ര പേരുണ്ട്? നിന്റെ കണ്ണ് ആരോ മായ വിട്ട് കലക്കിക്കളഞ്ഞു, അവൻ്റെ മുമ്പിലുള്ള നോട്ടം വിട്ടുപോയി, അവൻ മതിയെന്ന് ഉറപ്പിക്കുന്നവർക്കായി സ്തോത്രം. ഇന്ന് നിന്റെ കണ്ണിൻ്റെ തിമിരത്തെ കർത്താവ് ക്യാൻസൽ ചെയ്യാൻ പോവാ. കണ്ണടയുന്നത് വരെ യേശു അല്ലാതെ വേറൊരാളെ നോക്കാൻ എനിക്കും നിങ്ങൾക്കും അവസരമില്ല. അവൻ മാത്രം. ഹല്ലേലൂയ. ബാക്കി എങ്ങോട്ട് നോക്കിയാലും നിന്നെ ചതിക്കും, നിനക്ക് നഷ്ടമുണ്ടാകും, പേരുദോഷം ഉണ്ടാകും, മാന്യത പോകും, വഞ്ചിക്കും. എല്ലാവരും ചതിയന്മാരാ, ചതിക്കും, വഞ്ചിക്കും, പുറംകാല് കൊണ്ട് ചവിട്ടും നിന്നെ. നിന്റെ ഓട്ടത്തെ കാമൻ ഇല്ലാതെയാക്കാൻ ആമൻ നിന്റെ കാലുകൾക്കിടയിൽ അവൻ തട്ടിത്തെറിപ്പിക്കും. പക്ഷെ ചതിക്കാത്ത ഒരേ ഒരുവൻ, അവന്റെ പേരത്രേ, ഒരേ ഒരുവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശകാരത്തിന് ശകാരം പകരം ചെയ്യാത്തവൻ, കയ്യിൽ ആണി അടിക്കുമ്പോഴും ക്ഷമിക്കണമേ എന്ന് പറഞ്ഞവൻ, മുഖത്ത് തുപ്പുമ്പോഴും അവൻ മൗനം ഭജിച്ചവൻ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, കണ്ണ് കെട്ടി അവനെ തല്ലിയിട്ട് പറഞ്ഞ് പ്രവചിക്കേ ആരാ? കഴിഞ്ഞ ദിവസം എനിക്ക് വാട്സപ്പിൽ ഒരു സന്ദേശം അയച്ചു തന്നൊരു ഫോട്ടോ. യേശു കർത്താവിൻ്റെ പുറത്തൊരു കുഞ്ഞു വന്നിട്ട് രണ്ട് കൈയും ഇങ്ങനെ പൊത്തി. നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങൾ, സ്നേഹമുള്ള അപ്പനും അമ്മയും സ്നേഹമുള്ള കുഞ്ഞുങ്ങളും ആണെങ്കിൽ അങ്ങനെ ഒരു ഇടപാടുണ്ടല്ലോ അല്ലേ? സ്നേഹമില്ലെങ്കിൽ ചീറ്റപ്പുലി പോലെ ആയിരിക്കും. സ്നേഹമില്ലാത്ത വീട് മഹാവീടന കാലം പോലെയും സ്നേഹമുള്ള വീട് 1000 ആണ്ട് വാഴ്ച പോലെയാണ്. ആ കൊച്ചു വന്നിങ്ങനെ കണ്ണ് ഇങ്ങനെ പൊത്തി നിൽക്കുകയാണ്. നമ്മൾ ചോദിക്കില്ല ആരാന്നറിയോ? റൈറ്റ്. കാരണം എൻ്റെ അടിക്കുറിപ്പ് എഴുതിയിരിക്കുക, നിന്റെ അമ്മയുടെ ഉദരത്തിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. അതിൻ്റെ അടിക്കുറിപ്പാണ്, നിന്റെ അമ്മയുടെ ഉദരത്തിന് മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. യേശു അറിഞ്ഞെന്നൊക്കെ പറയുമ്പം അതിലപ്പുറത്ത് എന്താ പ്രിയതേ? ഓക്കെ, തിരിച്ചു വരാം. 2 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായം. ബൈബിൾ കൊണ്ടുവന്നവരെല്ലാം തുറക്കുക. യെസ്, 23-ാം വാക്യം. ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ, ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു, ഞാൻ അധികം, പൗലോസ് പറയാ, ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു. നിങ്ങൾ നോക്കിക്കേ, ഞാൻ അധികം പ്രാവശ്യം അധ്വാനിച്ചു. എല്ലാവരും ചേർന്ന് ഒരു അധികം അധ്വാനം. അടുത്തത് അധികം പ്രാവശ്യം, അധികം തടവ്. റൈറ്റ്, അധികം തടവ്. കണ്ടോ, വീട് നോക്കി, അധികം പ്രാവശ്യം ഞാൻ അധ്വാനിച്ചു. അടുത്തത് അധികം തടവ്. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 18-ാം വാക്യം പെട്ടെന്ന് വായിക്കാമോ? 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 18-ാം വാക്യം പെട്ടെന്ന് വായിക്കാമോ? മനപ്പാഠം അറിയാവുന്ന വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 14-ാം അധ്യായം 18-ാം വാക്യം. നിങ്ങളെല്ലാവരെക്കാളും അധികം അന്യഭാഷ. എല്ലാവരും കര ഉയർത്തി പറ, അധികം അന്യഭാഷ. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ വായിച്ചു അധികം അധ്വാനം. കരം ഉയർത്തി പറ, അധികം അധ്വാനം. ഹല്ലേലൂയ. അധികം അന്യഭാഷ, അധികം അധ്വാനം. അടുത്തത് അധികം തടവിലായി. അധികം തടവ്. നിങ്ങൾ നോക്കിക്കേ,
പൗലോസ് അപ്പോസ്തലന്റെ ലൈഫിൻ്റെ മേഖലയെ നിങ്ങൾ എടുക്കുക, എല്ലാം അധികമാണ്. പ്ലസ് ഇട്ടിരിക്കുകയാണ്. പ്ലസ് പ്ലസ് പ്ലസ്. നമ്മൾ പ്ലസ് ഇട്ടിട്ട് കയറി പോവാന്നാ പറയുന്നത്. മനസ്സിലായില്ല? പ്ലസ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കയറി പോവാന്നാ മനസ്സിലായില്ല പറയുന്നത്. പക്ഷെ പൗലോസ് നോക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇറങ്ങിപ്പോവാ. ഈ പുള്ളി എന്താ പ്ലസ് ഇട്ട് പറയുന്നത്? അധികം അന്യഭാഷ പ്ലസ് അധികം അധ്വാനം പ്ലസ് അധികം പ്രാവശ്യം തടവ്. ആഹാ, ഒരു ദിവസം എന്നോട് ഒരു ദൈവദാസൻ വിളിച്ചു പറഞ്ഞു, ഒത്തിരി പ്ലസ് പറയുന്നുണ്ടല്ലേ, ഒത്തിരി. ഒരു മെസ്സേജ് കേട്ടത്, ഗതശമന അധികം ഗബ്ബത്ത അധികം ഗോൽഗോത്ത ഈസിക്കൽ ടു യേശു ഉയർത്തു എന്നൊന്ന് പറഞ്ഞു പോയതാണ്. പുള്ളിക്ക് അങ്ങ് ക്ലിക്ക് ചെയ്ത്. ഞാൻ പറഞ്ഞു മൈനസ് പറയുന്നില്ലല്ലോ, പ്ലസ് അല്ലേ പറയുന്നേ. ചേർന്ന് പറയാം ആമേ. എല്ലാവരും ചേർന്ന് പറയാം. അധികം അന്യഭാഷ, അധികം അധ്വാനം, അധികം തടവ് ഈസിക്കൽ ടു 14 ലേഖനം. ഹല്ലേലൂയ. അധികം അന്യഭാഷ, അധികം അധ്വാനം, അധികം തടവ് ഈസിക്കൽ ടു എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, റോമ ലേഖനം, കൊരിന്ത്യ ലേഖനം, തിമോത്തിയോസിൻ്റെ ലേഖനം. കഷ്ടങ്ങൾ പെരുകുമ്പോൾ ഓർത്തോണം, തലമുറകൾക്ക് കൈമാറാൻ ചിലത് അകത്ത് കയറുകയാണ്. അതുകൊണ്ട് കഷ്ടങ്ങൾ ചിരിച്ചുകൊണ്ട് പ്രശംസിക്കുന്ന ദൈവമക്കളുണ്ടെങ്കിൽ അവർക്കായി ഞാൻ സ്തോത്രം ചെയ്യുക. വഴിയൊന്നും തുറക്കുന്നില്ല, പക്ഷേ കർത്താവിൻ്റെ സന്നിധിയിൽ സന്തോഷമാണ്. എല്ലാ വഴി അടഞ്ഞു, പക്ഷേ അധികം അന്യഭാഷ. ക്രിസ്തു നിമിത്തം കഷ്ടങ്ങൾ പെരുകുകയാണ്, അധികം തടവ്. പക്ഷെ അവിടെ ഇരുന്നുകൊണ്ട് അധികം സ്തോത്രം പറയാൻ ഒരാൾ തയ്യാറെങ്കിൽ, പൗലോസ് അപ്പോസ്തലന് മേളിയിരുന്ന് കാണാനൊരു അവസരം ഉണ്ടെങ്കിൽ പുള്ളി പറയും, കൊള്ളാം, നീ ഇങ്ങോട്ട് വരും, നമ്മൾ ഒരുമിച്ചൊരു സീറ്റിൽ ഇരിക്കും. കാര്യം അല്ലാത്തവനുമായിട്ടിരുന്നിട്ട് ഗുണമില്ല. നന്മയല്ല ഇവിടുത്തെ വിഷയം, യേശുവാണ് ഇവിടുത്തെ വിഷയം. എത്ര പേർക്ക് ആമേൻ എന്ന് പറയാൻ കഴിയും? അടുത്ത വാക്യം വായിച്ചേ. അധികം തടവ്, അധികം പ്രാവശ്യം തടവിലായി, അനവധി അടികൊണ്ടു. നിങ്ങൾ നോക്കി, അപ്പോസ്തലനെ പൗലോസിനെ കുറിച്ച് എഴുതിയിരിക്കുക, അവൻ നോക്കി പലപ്പോഴും അതിനെ മരിക്കാൻ ആഗ്രഹമില്ലാത്ത കൊണ്ടല്ല, ആണോ? ഈ മാർഗത്തിലെ മരണത്തിനിറങ്ങിയവനാണ് താൻ. പക്ഷെ മരണത്തിനിറങ്ങിയ താൻ പ്രാണഭയത്തിലാകാൻ കാര്യം എന്താ? ഒരു മിനിസ്ട്രി ഫുൾഫിൽ ചെയ്യാനുണ്ട്. അതിനു മുമ്പ് കണ്ണടഞ്ഞാൽ ചില കാര്യങ്ങൾ പുറത്തു വരികയില്ല. സഭയുടെ ഭാവി മുഴുവൻ അകത്ത് കയറിയിട്ട് ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് ചെറിയ കാര്യത്തിനല്ല, വലിയ കാര്യത്തിനാ. അത് എന്തെങ്കിലും ആകട്ടെ എന്നുള്ള ചിന്തയിലല്ല, ഇന്നതാണെന്ന് ഉറപ്പിച്ചിട്ട് ഈ കളത്തിലിറങ്ങിയവനാ പൗലോസ്. ഓ ഹല്ലേലൂയ. പോകുന്നത് വരെ പോകട്ടെ എന്നോർത്തിറങ്ങിയതല്ല, വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിറങ്ങിയതല്ല. അൽഫയായവൻ ഓമേഗയായവൻ നടക്കാൻ പോകുന്നത് അങ്ങേ അറ്റത്ത് കാണിച്ചിട്ട് ഇവിടെ സാന്നിധ്യം പകർന്നിറക്കിയവൻ. ഇടയ്ക്ക് വെച്ച് മരിച്ചാൽ അങ്ങേ അറ്റത്ത് ചെയ്യേണ്ടത് ചെയ്തു കൂട്ടാൻ കഴിയില്ല എന്ന ചിന്ത വന്നപ്പോൾ പ്രാണഭയത്തിലായി. കർത്താവേ, മരിക്കുന്നത് എനിക്ക് സന്തോഷമാ, അതെനിക്ക് ലാഭമാ, പക്ഷെ ദൗത്യം തികയുന്നതിന് മുമ്പ് എന്റെ കണ്ണടയാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കൊരു ലൈഫ് ഉണ്ട്, അതെനിക്ക് തീർക്കണം. ഇന്നൊരു കൺഫർമേഷൻ നിങ്ങൾ എടുക്കണം. എന്തേലും ആകട്ടെ എന്ന് വെക്കരുത്. മറ്റുള്ളവരുടെ കാര്യമല്ല നിനക്ക് വിഷയം, നിന്റെ കാര്യമാ വിഷയം. വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാം. നോ, വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറഞ്ഞ് പോവല്ല. എന്ത് വരണമെന്ന് തീരുമാനിക്കുന്നത് നീയാണ്. പോകുന്നത് വരെ പോകട്ടെ. നോ, അങ്ങനെ പോകാനുള്ള യാത്രയല്ല ഇത്. ഓരോ ദിവസവും കൃത്യം എണ്ണിപ്പെറുക്കി ദൈവത്തിന്റെ ഹിതം എന്തെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട ഭക്തൻ ആത്മാവിൽ പറ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അടുത്തത് 24-ാം വാക്യം. യഹൂദരാൽ ഞാൻ ഒന്നുകുറെ ഈ 40 അടി 5 വട്ടം 39 × 5. യേശു കർത്താവ് പോലും ഒറ്റ പ്രാവശ്യം എന്ത് ചെയ്തുള്ളൂ, കൊണ്ടുള്ളൂ. ഇത് എത്ര വട്ടം? ഓ ഹല്ലേലൂയ.
5 വട്ടം ക്രിസ്തു നിമിത്തം ഈ സഭയ്ക്ക് വേണ്ടി പൗലോസ് 5 വട്ടം. സഹോദരങ്ങളെ, പ്രതിസന്ധിയും പ്രതികൂലം ഏറി വരുമ്പോൾ വേറൊരാളെ നോക്കി കമൻസ് പറയരുത്. അനുഭവിക്കട്ടെ, ദൈവം തള്ളിയതാ, കണ്ടില്ലേ സംഭവം പറയരുത്. ക്രിസ്തു നിമിത്തം ചിലരൊക്കെ ചിലത് അനുഭവിച്ചേ പറ്റൂ. ക്രിസ്തു നിമിത്തം ചിലത് സഹിച്ചേ പറ്റൂ. പത്രോസിന് ഇങ്ങനത്തെ കഷ്ടം കൊടുത്തില്ല, പൗലോസ് ഇങ്ങനെയുള്ള കഷ്ടം സ്വീകരിച്ചു. നിന്റെ മേലുള്ള ദൈവിക വിളിയും നിയോഗവും ഏൽപ്പിച്ച ദൈവത്തിനറിയാം നീ പിടിച്ചു നിൽക്കുമോ ഇല്ലയോ. നിന്റെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഇത് കൊടുക്കാത്ത കാര്യം കൊടുത്താൽ അവൻ കൃപയെന്ന് പോകും. നിനക്ക് കിട്ടിയാൽ നീ കൃപയിൽ പിടിച്ചു തൂങ്ങിക്കിടക്കും. എല്ലാം അറിയാവുന്ന സർവശക്തനാകുന്ന ദൈവം. അതുകൊണ്ട് വിഷയങ്ങളുടെ നടുവിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ കമൻസ് പറഞ്ഞ് നീ അടുത്ത മുറിവിന് വേണ്ടി അവസരം അനുവദിക്കരുത്. ഇത് ക്രിസ്തു നിമിത്തമാണെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേർ ഇന്ന് പകൽ ഇതിൻ്റെ അകത്തുണ്ട്? ഓക്കെ, 5 വട്ടം അടികൊണ്ടു, 3 വട്ടം കോലിനാൽ അടികൊണ്ടു, ഒരിക്കൽ കല്ലേറ് കൊണ്ടു, 3 വട്ടം കപ്പൽ ഛേദത്തിലകപ്പെട്ടു. വിവരിക്കുന്നില്ല. ഒരു രാപ്പകൽ നിങ്ങൾ നോക്കൂ, മണിക്കൂർ എത്ര വെള്ളത്തിൽ ചെലവഴിക്കുക. ആരാ സഹോദര? ഒരപ്പോസ്തോലൻ. അവനെ നോക്കിയിട്ട് യേശു ആരാന്നറിയാൻ മേലാത്തവൻ എന്ന് പ്രവചിക്കരുത്. ആ വെള്ളത്തിൽ കിടക്കുന്നവനെ നോക്കിയിട്ട് എന്ത് ചെയ്യാനാ, എന്തൊരു അഭിഷേകമായിരുന്നു പറഞ്ഞിട്ട് എന്ത് കാര്യം? ആരും കമൻസ് പറയരുത്. ഒരു രാപ്പകൽ വെള്ളത്തിൽ. അടുത്തത്, യാത്ര ചെയ്തു. ശ്രദ്ധിക്കൂ, നദികളിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, ജാതികളാലുള്ള ആപത്ത്, പട്ടണത്തിലെ ആപത്ത്, കാട്ടിലെ ആപത്ത്, കടലിലെ ആപത്ത്. അത് കരഞ്ഞോണ്ടായിരിക്കും താൻ എഴുതിയത്. അത് പുറത്തല്ല, അത് അകത്താണ്. കരഞ്ഞോണ്ടായിരിക്കും അദ്ദേഹം എഴുതിയത്. അത് പുറത്തല്ല, അത് അകത്താണ്. കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. അത് രക്ഷിക്കപ്പെടാത്തവരുടെ കാര്യമല്ല, രക്ഷിക്കപ്പെട്ടവരുടെ കാര്യമാണ്. സ്നാനപ്പെടാത്തവരുടെ കാര്യമല്ല, സ്നാനപ്പെട്ടവരുടെ കാര്യമാണ്. ഒരു പക്ഷേ തൻ്റെ കൈകൊണ്ട് വിടുവിക്കപ്പെട്ടവർ മുഖാന്തരം തനിക്ക് അനുഭവിക്കേണ്ടതായി വന്ന മേഖലയെ താൻ എഴുതുകയാ. കള്ള സഹോദരന്മാരാലുള്ള ആപത്ത്. അടുത്തത്, പ്രയാസം. സഭ മുഴുവൻ വായിക്ക്. പലവട്ടം ഉറക്കിളപ്പ്, പൈതാഹം, പലവട്ടം പട്ടിണി, ശീതം, നഗ്നത എന്നീ കണ്ടോ എന്നീ സാധാരണ സംഗതികളെന്നല്ല. ഓ ഹല്ലേലൂയ. അസാധാരണ സംഗതികൾ. എങ്ങനെ? അസാധാരണ സംഗതികൾ. സാധാരണ നടക്കേണ്ട സംഭവത്തെക്കാൾ അപ്പുറമായി അസാധാരണമായി എന്തെങ്കിലും സംഭവിക്കുന്നവർ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കൈതരാൻ തയ്യാറാണ്. കാര്യം ഈ അസാധാരണ സംഗതികൾ മുഴുവൻ അപ്പോസ്തലന്റെ തലയ്ക്ക് മുകളിൽ തമ്പുരാൻ കൊടഞ്ഞിടുകയാ. അനുഭവിച്ചേ പറ്റൂ. അപ്പോസ്തലൻ തൻ്റെ ഇടത്തോടെ പറഞ്ഞു, എന്തും അനുഭവിക്കാൻ ഞാൻ തയ്യാറാ. കാര്യം എൻ്റെ കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. അസാധാരണ സംഗതികൾ. കര ഉയർത്തി പറഞ്ഞേ. എനിക്കറിയാം ഈ സന്ദേശത്തിന് അങ്ങോട്ട് ആമേൻ പറയുക അസാധ്യമാണ്. കാര്യം ഇത് അനുഭവിക്കാനുള്ളവർക്ക് വേണ്ടിയുള്ള സന്ദേശമാണ്. അസാധാരണ സംഗതികൾ. 1-2 പേർക്ക് കൈ കൊടുത്തിട്ട് മുഖത്തോട്ട് നോക്കിട്ട് പറ, സാധാരണമായിട്ടുള്ളതല്ല, അസാധാരണമായതാ ഭവിക്കുന്നേ. പറഞ്ഞേ, സാധാരണമായിട്ടുള്ളതല്ല, അസാധാരണമായിട്ടുള്ളത് ഭവിക്കുക. സാധാരണമായിട്ടുള്ളതല്ല, അസാധാരണമായി. നിങ്ങൾ സ്കാൻ ചെയ്ത് കൊള്ളുക. ഇവിടെ ഇരുന്ന് ചിരിക്കുന്നവരെല്ലാം സ്കാൻ ചെയ്തോ. അവരെല്ലാം അസാധാരണ സംഗതികളെ ഫേസ് ചെയ്തവരാണ്. ഒരിക്കലും സംഭവിക്കാൻ ചാൻസ് ഇല്ലാത്തത്, ഒരിക്കലും ലൈഫിൽ അനുഭവിക്കാൻ ചാൻസ് ഇല്ലാത്തത് അനുഭവം അനുഭവിച്ചേ പറ്റൂ എന്ന് നിർബന്ധം പറഞ്ഞ് കൈമാറിയത് അനുഭവിച്ച ചിലർ ഇന്ന് പകലത്തിൻ്റെ അകത്തുണ്ട്. ഞാൻ ആത്മാവിൽ നിങ്ങൾക്ക് കൈമാറുകയാണ്. ഒരു ശുശ്രൂഷ നിങ്ങളെ ഏൽപ്പിക്കാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. കാര്യ നിങ്ങൾ നിന്നതല്ല, ദൈവം നിങ്ങളെ നിർത്തിയതാണ്. നിങ്ങൾ വന്നതല്ല, ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാ. അവൻ നിർത്തിയില്ലായിരുന്നു എങ്കിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലായിരുന്നു. അവൻ നിർത്തിയതോർത്ത് എങ്ങനെ ദൈവത്തിന് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയോ?
മുഖം വാടുന്നവരോടല്ല ഇന്നത്തെ സന്ദേശം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേതിന് പിണങ്ങുന്നവരോടല്ല ഇന്നത്തെ സന്ദേശം. ആരെന്തും പറയട്ടെ, ആരെന്തും ചെയ്യട്ടെ, എൻ്റെ മീതെയുള്ള ആകാശം മാറട്ടെ, ഞാൻ ചവിട്ടിയ ഭൂമിയിലെ മണ്ണ് മാറട്ടെ, എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, കൺമണി പോലെ സൂക്ഷിപ്പാൻ ശക്തി. എന്നീ അസാധാരണ സംഗതികൾ, പട്ടിണി, പൈതാഹം, അധ്വാനം, നഗ്നത, കാട്ടിലെ ആപത്ത്, കള്ളന്മാരാലുള്ള ആപത്ത്, സ്വജനത്താലുള്ള ആപത്ത്, കടലിലെ ആപത്ത്, കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് എന്നീ അസാധാരണ സംഗതികൾ. ഇത് മാത്രമല്ല, അടുത്തത് ഭവിച്ചത് കൂടാതെ. എല്ലാ ദൈവമക്കളും ആ വാക്യം തുറന്നു വെച്ചാട്ടെ, ആ വാക്യം തുറന്നു വെച്ചേ. എന്നിട്ട് അങ്ങോട്ട് നോക്കിക്കേ. പൗലോസ് പറയുന്ന ആ വേർഡ് ഇവിടെ ഡിക്ലെയർ ചെയ്ത് ഞാൻ പ്രാർത്ഥിക്കാം. താൻ പറയുന്ന ആ വേർഡ് നിങ്ങൾ ശ്രദ്ധിക്കുക. ആ വേർഡ് ശ്രദ്ധേയമാണ്. എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ. 28-ാം വാക്യം. എനിക്ക് ഡെയിലിയുള്ള ഒരു ബേർഡനുണ്ട്. എന്താണ്? എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരമെന്ന. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല സഭകളെയും കുറിച്ചുള്ള ചിന്താഭാരമെന്ന തിരക്കും. ഞാൻ ചിന്തയിൽ സ്വസ്ഥനല്ല. ഞാൻ എഫെസോസിൽ സഭ ആരംഭിച്ചു, ഫിലിപ്പിയിൽ സഭ ആരംഭിച്ചു, മക്കദോനിയയിൽ സഭ ആരംഭിച്ചു, അഖായിയിൽ സഭ ആരംഭിച്ചു, കപ്പദോക്കിയിൽ സഭ ആരംഭിച്ചു, ബിഥുനിയിൽ സഭ ആരംഭിച്ചു, ഫിലിപ്പിയയിൽ സഭ ആരംഭിച്ചു. എവരിടെ എൻ്റെ അകത്ത് ഞാൻ ചിന്തിച്ച് ഭാരപ്പെടുന്നുണ്ട് എൻ്റെ യേശുവിൻ്റെ സഭയെക്കുറിച്ച്. ഹല്ലേലൂയ. ഇന്ന് ചിന്തകളെയും കൂടി വാഷ് ചെയ്യാൻ പോവാ. നിന്റെ ചിന്തയ്ക്കകത്തേക്ക് സഭ കയറാൻ പോവാ. ഭാരതത്തിൽ നീ പണിതെടുക്കാനുള്ള സഭകളെ കുറിച്ചൊരു ചിന്ത നിന്റെ അകത്തേക്ക് ദൈവം തരാൻ പോവാ. നാളെ ലൈഫ് എങ്ങനെ ആയിത്തീരുമെന്നുള്ള ചിന്തയെ വെട്ടിമാറ്റി ആ സ്ഥാനത്ത് സഭ സ്ഥാനം പിടിക്കാൻ എത്ര പേർ ദൈവത്തോട് ഇന്ന് രാവിലെ പ്രാർത്ഥിക്കും? അവസാനമായി, കടലിലെയും കപ്പലിലെയും ഒക്കെ ആപത്ത് പറഞ്ഞു വരുമ്പോൾ ഇതുപോലെ അദ്രിയ കടലിൽ അലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അലച്ചിലോട് അലച്ചിൽ 1-2 ദിവസമല്ല, 14 ദിവസമായി അലയാൻ തുടങ്ങിയിട്ട്. അലഞ്ഞലഞ്ഞു വരുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ രാത്രിയിൽ പ്രത്യക്ഷനായവന് പൗലോസ് കൊടുത്ത വേടാണ് എൻ്റെ ഉടയവൻ, ഞാൻ സേവിച്ചു വരുന്നവൻ. എന്നിട്ട് വന്നിട്ട് പറയുന്നത് എന്താണെന്നറിയോ? ഭയപ്പെടണ്ട, അടുത്ത പ്രോഫസി കൊടുക്കുക. നീ കൈസറുടെ മുമ്പിൽ ഇത്രയും വർഷങ്ങൾ പ്രതിസന്ധിയിൽ കൂടി യാത്ര ചെയ്ത് ഇത്രയും ദീർഘവർഷങ്ങൾ അനുഭവിക്കാനുള്ളത് മുഴുവൻ അനുഭവിച്ചിട്ട് ഏറ്റവും അവസാനം ഒരു പ്രോഫസിയും കൂടി ധൈര്യമായിട്ടിരിക്കുക. കൈസറുടെ മുമ്പിൽ നിൽക്കാൻ പോവാ. ഈ ആലോചന എന്ന് പറഞ്ഞത് തകർക്കുന്നതിനല്ല, ഉയർത്തുന്നതിനാണ്. ആലോചന പിടിവള്ളിയാ നിനക്ക്. തകർന്ന് തരിപ്പണമാകുക. കുറച്ചുകൂടെ കഴിഞ്ഞാൽ കപ്പലും തകരുക. പലക പീസായി മാറുമ്പോ ആത്മാവ് പറയുക, ധൈര്യമായി കൈസറുടെ മുമ്പിൽ നിൽക്കാൻ പോവാ. എനിക്കിന്നിവിടെ വന്നിരിക്കുന്ന സകലരോടും പ്രവചിച്ചാൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം അടുത്ത പ്രോഫസി നിന്നെ അടുത്ത ലെവലിൽ തീരത്തെത്തിക്കാൻ പോവാ. ഒറ്റ പ്രോഫസി നിന്നെ തീരത്തെത്തിക്കാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ധൈര്യമായി നീ കൈസറുടെ മുമ്പിൽ നിൽക്കാൻ പോവാ. കൈസറുടെ മുമ്പിൽ നിൽക്കാൻ പോവാ. തകർന്നെന്ന് പറഞ്ഞ ചിലതിനെ നോക്കി ഞാൻ പ്രവചിക്കുക, ധൈര്യമായി നീ കൈസറുടെ മുമ്പിൽ നിൽക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ അറ്റ്മോസ്ഫിയർ മാറാൻ പോകുക. കാര്യം ഇത് പ്രവചനത്തിന്റെ ദിവസമാക്കി മാറ്റുന്നു, പ്രവചനത്തിന്റെ നാളാക്കി മാറ്റുന്നു. ഒരു പ്രൊഫറ്റിക് മേഖല ഇതിൻ്റെ അകത്ത് വെളിപ്പെടുന്നു. ധൈര്യമായി നിൽക്കുന്ന സഹോദരി, ധൈര്യമായി നിൽക്കുന്ന സഹോദര, കൈസറുടെ മുമ്പിൽ നിൽക്കാൻ പോകുക. കപ്പൽ തകർന്നാലും കടല് നിന്നെ ഒന്നും ചെയ്യില്ല, കാറ്റ് നിന്നെ ഒന്നും ചെയ്യില്ല, ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. നീ കൈസറുടെ മുമ്പിൽ നിൽക്കാൻ പോകുക. Artharaba Hamdalaba Kana Artharaba Thanaraba Amthalaraba Shamdaradara Ramthalaraba Shamdaradara
യേശുവിന്റെ നാമത്തിൽ ഈ പ്രൊഫസി ചാടി പിടിച്ചോണം. ഈ പ്രവചനം വായ് തുറന്ന് പിടിച്ചോണം. ഈ പ്രവചനം കൈനീട്ടി പിടിച്ചോണം. ഇത് ഹൃദയത്തിൽ പ്രാപിച്ചോണം. നീ കൈസരുടെ മുമ്പിൽ നിൽക്കാൻ പോകുകയാ. ധൈര്യമായിരി. ഈ പ്രതിസന്ധി തീരുമെന്നല്ല ദൂത്. ഈ പ്രതികൂലം തീരുമെന്നല്ല ദൂത്. ഈ കഷ്ടത തീരുമെന്നല്ല ദൂത്. നീ കൈസരുടെ മുമ്പിൽ നിൽക്കാൻ പോകുകയാ. ഞാൻ ആ പ്രവചനത്തിൽ വിശ്വസിക്കുകയാ. ഞാൻ ആ ആലോചനയിൽ വിശ്വസിക്കുകയാ. ഞാനൊരു തീരമെത്തുമെന്നല്ല ദൂത്. ഞാൻ കൈസരുടെ മുമ്പിൽ നിൽക്കാൻ പോകുകയാ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽ അഭിഷിക്തൻ എന്ന നിലയിൽ എനിക്ക് നിങ്ങൾക്ക് കൈമാറാനുള്ള സന്ദേശം, ഈ പ്രശ്നം തീരുമെന്നല്ല, ഈ പ്രതികൂലം തീരുമെന്നല്ല, ഈ വിഷയങ്ങൾക്ക് ഫുൾ സ്റ്റോപ്പ് ഇടുമെന്നല്ല. വിഷയങ്ങൾ കണ്ടിന്യൂ ചെയ്യോ, പ്രതികൂലങ്ങൾ കണ്ടിന്യൂ ചെയ്യോ. കാറ്റടിച്ചുകൊണ്ടേയിരിക്കോ, കോൾ അടിച്ചുകൊണ്ടേയിരിക്കോ. എല്ലാവരും നോക്കുമ്പോൾ നീയുള്ള പടക ആടിക്കൊണ്ടേയിരിക്കോ. പക്ഷെ അതിന്റെ അകത്തു ദൈവം പറയുക, നീ കൈസരുടെ മുമ്പിൽ നിൽക്കാൻ പോകുകയാ. ആത്മാവിനോട് വ്യക്തമായി ഇടപെടുന്നു. പ്രതികൂലങ്ങൾ കണ്ടിന്യൂ ചെയ്യും, പ്രതിസന്ധികൾ കണ്ടിന്യൂ ചെയ്യും. നെവർ മൈൻഡ്. നീ മൈൻഡ് ചെയ്യേണ്ട ഒരു ആലോചന പറഞ്ഞവനെ, നീ കൈസയുടെ മുമ്പിൽ നിൽക്കാൻ പോകുകയാ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ, കെട്ടുകൾ അഴിയുന്നു. എന്റെ കർത്താവ് പറയുക, നീ നിന്റെ പ്രശ്നം തീരുമെന്നല്ല, നിന്റെ പ്രതിസന്ധി തീരുമെന്നല്ല, നീ കൈസരുടെ മുമ്പിൽ നിൽക്കാൻ പോകുകയാ. Holy Spirit of God. ഇത് വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? ഇത് വിശ്വസിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? ദൈവദാസന്മാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാ. ഈ പ്രതിസന്ധിയുടെ മുമ്പിൽ വലിയ കപ്പൽ തകർന്നുപോയി. ഈ പ്രതികൂലത്തിന്റെ മുമ്പിൽ വലിയ കപ്പൽ തകർന്നു. കേട്ടോ പുഷ്പരാജ്, കപ്പൽ തകർന്നു. കപ്പല് തകർക്കുന്ന കാറ്റായത്. കപ്പല് തകർന്നു. പക്ഷെ ദൂത് കേക്ക്, നീ കൈസരുടെ മുമ്പിൽ നിൽക്കാൻ പോകുകയാ. നീ കൈസരുടെ മുമ്പിൽ നിൽക്കാൻ പോകുകയാ. ഓ റബഖാന, യസമഖാന. ഇത് നിങ്ങളോടുള്ള ദൂതല്ല, നിന്നോടുള്ള ദൂതാ. ഇത് 276 പേർ കപ്പലിലുണ്ടെങ്കിൽ 275നോടുമുള്ള ദൂതല്ല, ഒരേ ഒരാളോടുള്ള ദൂതാ. ഇത് നീ കൈസരുടെ മുമ്പിൽ നിൽക്കാൻ പോകുകയാ. സഹോദര, നിന്റെ ഭാര്യയോടല്ല, ഭർത്താവിനോടല്ല, മക്കളോടല്ല, കുടുംബങ്ങളോടല്ല, ഇൻഡിവിഡുവലായി തകരുന്ന കപ്പലിനെ നോക്കി എന്റെ ദൈവത്തിന് ഒന്നും പറയാനില്ല. തകരാതെ നിൽക്കുന്ന നിന്നെ നോക്കി ദൈവത്തിന് ഒന്നേ പറയാനുള്ളൂ, നീ കൈസരുടെ മുമ്പിൽ നിൽക്കാൻ പോകുകയാ. പ്രതികൂലങ്ങൾ തീരുകയില്ല, പ്രതികൂലങ്ങൾ കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുമ്പോൾ ആരാധിക്കുന്ന ഒറ്റ സഭയെ ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടിട്ടുള്ളൂ, അത് ഈ സഭയാ. പ്രശ്നങ്ങൾ തീരുകയില്ല, അത് കണ്ടിന്യൂ ചെയ്യുമെന്ന് പറയുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്ന ഒറ്റ സഭയെ ഞാൻ കണ്ടിട്ടുള്ളൂ, അത് പാമ്പാടിയിലെ ഈ സഭയാ. ഇത് പ്രശ്നം തീരാനുള്ള ആരാധനയല്ല, പ്രതിസന്ധി തീർക്കാനുള്ള ആരാധനയല്ല. അതിന്റെ മീതെ കയറി കൈസരുടെ മുമ്പിൽ യേശുവിനെ പറയാൻ ദൈവത്തിന്റെ ആലോചന സ്വീകരിക്കുക. സഹോദര, സഹോദര, സഹോദരി, ആത്മീകനെന്ന് നീ കണ്ട പല കപ്പലും തകർന്നുപോയി.
നിന്നേക്കാൾ ശക്തരായിരുന്നു, എന്തൊരഭിഷേകമായിരുന്നു എന്ന് നീ പറഞ്ഞ പലർക്കും ഈ തിരയിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. നിന്നേക്കാൾ മുമ്പ് ആമേൻ ദൈവശക്തി പ്രാപിച്ച ചിലത് ഇതിന്റെ മുമ്പിൽ അടിയറ പറഞ്ഞു പോയി. നിന്നേക്കാൾ മുമ്പ് അദ്രിയ കടൽ കണ്ട കപ്പലായത് അതിന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പക്ഷെ നിന്നോട് ദൈവം പറയുക, എനിക്കതിന് ആരെയും സാക്ഷി വേണ്ട, ഞാൻ നിന്നോട് പറയുക, നീ കൈസരുടെ മുമ്പിലെത്തും. ഇങ്ങനെ പറയാൻ ഒറ്റ ഒരുത്തനെ കഴിയൂ. അവന്റെ പേരാ എന്റെ ഉടയവൻ. എന്റെ ഉടയവൻ. കമോൺ, വാ തുറന്ന് പറ, എന്റെ ഉടയവൻ. കമോൺ, എന്റെ ഉടയവൻ. അവൻ നിന്നോട് ആലോചന പറയുക, നീ കൈസരുടെ മുമ്പിൽ നിൽക്കാൻ പോകുകയാ, രാജകീയ ലെവലിൽ നിൽക്കാൻ പോകുകയാ. കപ്പൽ തകരോ, നീ നിൽക്കുക. കപ്പൽ തകരോ, നീ നിൽക്കുക. കാറ്റടിച്ചോണ്ടേയിരിക്കും, പക്ഷെ നീ നിൽക്കുക. പ്രതിസന്ധി കണ്ടിന്യൂ ചെയ്യോ, നീ നിൽക്കുക. നിന്ദകൾ കണ്ടിന്യൂ ചെയ്യോ, പക്ഷെ നീ നിൽക്കുക. Holy Spirit of God, ആ പ്രതികൂലത്തെ അഴിച്ചുവിട്ടത് വ്യക്തികളാണോ? കർത്താവേ, ആ വ്യക്തികൾ, സഹോദരാ, ആ വ്യക്തി എന്നും അങ്ങനെ തന്നെ നിൽക്കും. അത് മാനസാന്തരപ്പെടണമെന്ന് നീ നിർബന്ധം പിടിക്കണ്ട. പക്ഷെ നിന്നോടാ കർത്താവ് പറയുന്നേ, വ്യക്തികൾ അങ്ങനെ തന്നെ നിൽക്കും കണ്ണടയുന്നത് വരെ. പക്ഷെ നീ കൈസരുടെ മുമ്പിൽ നിൽക്കും. നീ കൈസരുടെ മുമ്പിൽ നിൽക്കും. നിന്റെ ദൂത് സ്വീകരിക്കുക. Holy Spirit of God, ഇപ്പം നിങ്ങൾ നിൽക്കുന്നത് ആ തിരയുടെ മുകളിലാണ്, പ്രതിസന്ധിയുടെ മുകളിലാണ്, കപ്പൽ തകർത്ത കാറ്റിൻ്റെ മുമ്പിലാണ്. കാറ്റടിച്ചോണ്ടേയിരിക്കും, കാറ്റിനെ തടുക്കാൻ കഴിയത്തില്ല. പക്ഷെ ഇതിൻ്റെ മീതെ നടന്ന് കൈസരുടെ അരമനയിൽ നീ എത്തും. നിന്നോട് വാഗ്ദത്തം പിന്നെയും ദൈവം പറയുക, പ്രോഫസി പിന്നെയും പറയുക. ഒറ്റ പ്രോഫസി അദ്രിയ കടലിനെ ജയിക്കുന്നതാ. ഒറ്റ പ്രോഫസി അദ്രിയ കടലിനെ ജയിക്കുന്നതാ. ഓരോ സഹോദരിമാരെ ദൈവം തൊടട്ടെ. ഓരോ അരമുറുക്കിയ പുരുഷന്മാരെ ദൈവം തൊടട്ടെ. പ്രതികൂലങ്ങൾ തീരാതിരുന്നാൽ അഭിഷേകം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. പ്രതികൂലങ്ങൾ തീർന്നു നോക്കിക്കേ, നീ തണുത്തു പോകും. നിന്നെ ചൂട് പിടിപ്പിച്ച് നിർത്തിയിരിക്കുന്നത് ഈ കാറ്റാ. ഈ പ്രതിസന്ധിയാ നിന്നെ കരുത്തനാക്കി നിർത്തിയിരിക്കുന്നത്. ഇന്ന് പകലത്തെ ഈ മീറ്റിംഗ് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇവിടെ ഇറങ്ങുന്ന ദൈവ സാന്നിധ്യത്തിന് അല്പം ഘനമുണ്ട്. ഇത് ഓളത്തിനൊപ്പിച്ച സാന്നിധ്യമല്ല. പ്രതിസന്ധി തീരുകയെന്ന് പറയുമ്പം യെസ് ലോർഡ്, അതിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള കൃപയാണ് എനിക്ക് വേണ്ടത്. പൗലോസിനോട് കർത്താവ് എന്താ പറഞ്ഞേ? കണ്ണടയുന്നത് വരെ ശൂലം ഉണ്ടടാ. കണ്ണടയുന്നത് വരെ ശൂലം ഉണ്ടടാ. അത് മാറിക്കിട്ടാൻ 3 വട്ടം പ്രാർത്ഥിച്ചില്ലേ? ഫിനിഷ്. ഇനി പ്രാർത്ഥിക്കണ്ട. എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തിയോ അത് ബലഹീനതയിൽ തികഞ്ഞു വരികയാ. അതുകൊണ്ട് പ്രതികൂലം മാറിയിട്ട് ആരും ആരാധിക്കാൻ വെയിറ്റ് ചെയ്യണ്ട. തിര മാറിയിട്ട് കടലിൽ പോയി മീൻ പിടിക്കാൻ വെയിറ്റ് ചെയ്യണ്ട. തിരയെ മുറിക്കത്തക്കവണ്ണവ പടകിനെ പണിത് വെച്ചേക്കുന്നത്.
പടകിനെ തകർക്കുന്ന തിരയുണ്ടെങ്കിൽ അമരത്തൊരുത്തനുണ്ട്. സങ്കീർത്തനം 23 എഴുതിയത് കാട്ടി വെച്ച, 136 എഴുതിയത് താഴ്ച കിടന്ന, ഫിലിപ്പ്യ ലേഖനം എഴുതിയത് കാരാഗൃഹത്തിൽ കിടന്ന, വെളിപ്പാട് പുസ്തകം എഴുതിയത് ദ്വീപിൽ കിടന്ന. ആരും ഉയർച്ചയുടെ മട്ടുപ്പാവിൽ ഒന്നും ചെയ്തിട്ടില്ല. കഷ്ടങ്ങളുടെ കൊടുമുടി കയറിയപ്പോൾ ദൈവം അവരെ തൊടുകയായിരുന്നു. കഷ്ടത സഹിഷ്ണുതയും, സഹിഷ്ണുത സിദ്ധതയും, സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിലും സന്തോഷിക്കുന്നവരാകും. ഓരോ കഷ്ടങ്ങളുടെ നടുവിൽ നീ ചാടിത്തുള്ളുകയും കൈ ഉയർത്തുകയും സ്തോത്രം ചെയ്യുകയും ചെയ്യുമ്പോൾ നിന്റെ അകത്തെ സ്പിരിറ്റിന് എന്നാ ഹാപ്പിയാണെന്നറിയോ? ആ സ്പിരിറ്റ് ഭയങ്കര ഹാപ്പിയാണ്. അകത്തിരുന്നുകൊണ്ട് സ്പിരിറ്റ് ഹെവനുമായിട്ടൊരു നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്തിട്ട് കണക്ട് ചെയ്തിട്ട് പറയാം, ഐ ആം ഹാപ്പി ടുഡേ. കാര്യം എന്താണ്? എൻ്റെ മകൻ, എൻ്റെ മകൾ കഷ്ടങ്ങളിൽ എന്നെ കൈവിട്ടില്ല. ഞാൻ സന്തോഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കഷ്ടത തുഷ്ടിയായ സാധുക്കൾ മക്കൾക്ക് ഭാഗ്യം ലഭ്യം. പഠിക്കേ, കഷ്ടത തുഷ്ടിയായി ആനന്ദിക്കും സാധുക്കൾ മക്കൾക്ക് ഭാഗ്യം ലഭ്യം. യാത്ര ചെയ്യോ ഞാൻ ക്രൂശേ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ. ജീവൻ വച്ചിടോ രക്ഷകനാ, അന്ത്യശ്വാസം വായുരയോ. ജീവൻ വച്ചിടോ രക്ഷകനാ, അന്ത്യശ്വാസം വായുരയോ. അടുത്ത ക്വസ്റ്റ്യൻ, ഈ പ്രതികൂലം ഒന്ന് മാറിക്കിട്ടാൻ പ്രാർത്ഥിക്കുവോ? പ്രതികൂലത്തിൻ്റെ നടുവിൽ പിടിച്ചു നിന്ന് ജയിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഏത് പ്രാർത്ഥിക്കും? ഈ കഷ്ടതയൊന്ന് തീർന്നു കിട്ടാൻ കർത്താവ് ഒരു കരുണ കാണിക്കണേ എന്ന് പ്രാർത്ഥിക്കുവോ? ഈ കഷ്ടത എത്ര കണ്ടിന്യൂ ചെയ്താലും മുഖം വാടാതെ ഇതിൻ്റെ മീതെയൊന്ന് ജയത്തോടെ നിൽക്കാൻ എനിക്കൊരു കൃപ തരണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുവോ? കർത്താവേ, എങ്ങനെയും ഈ കപ്പലുമായിട്ട് ഞാൻ ആ തീരം ഒന്ന് അടുക്കണം, അതിനായി ഒരു ഉദവി എനിക്ക് ചെയ്യണം. അതോ കപ്പൽ തകർന്ന് പീസായാലും നീ സംസാരിക്കാൻ എപ്പോഴും ഇങ്ങനെ വന്നോണ്ടിരിക്കണം. കൂടെ നിന്റെ ആഗമനം ഞാൻ പ്രതീക്ഷിക്കുക. ഇന്ന് രാവിലെ ദൈവത്തോട് പ്രാർത്ഥിക്കും? പറയൂ. കാറ്റ് തീർന്നു കിട്ടാൻ പ്രാർത്ഥിക്കുവോ? കാറ്റ് തീരാതിരിക്കട്ടെ, നിൽക്കാനുള്ളൊരു ശക്തി എനിക്ക് വേണം. എത്ര പേരത് പ്രാർത്ഥിക്കും? ഹൃദയത്തിൽ നിന്ന് വേണം ആൻസർ ചെയ്യാൻ. ഈ മെസ്സേജിനോട് ഒപ്പിച്ചുള്ള ആൻസർ അല്ല, ഇത് ലൈഫാണ്. കണ്ണടയുന്നത് വരെ പ്രതികൂലം മാറത്തില്ല. ഞാൻ എഴുതിത്തരാം, ഗ്യാരണ്ടി സഹിതം എഴുതിത്തരാം. പ്രതികൂലം മാറത്തില്ല. പിശാച് ഉള്ളിടത്തോളം പ്രതികൂലമുണ്ട്. നീ ആത്മീയനായി നിൽക്കുന്നിടത്തോളം കാലം പ്രതികൂലമുണ്ട്. ഓ ഹല്ലേലൂയ. പ്രതികൂലം മാറത്തില്ല, പക്ഷേ അതിൻ്റെ നടുവിൽ നീ ജയിച്ചു നിൽക്കും. അവസാനത്തെ രംഗം ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ വരയ്ക്കാം. എൻ്റെ ജനത്തിന് വേണ്ടി പിടിച്ചു നിൽക്കാനുള്ളൊരു പിടിവെള്ളിയായിട്ട് അത് നിൽക്കട്ടെ. കരക്കിറങ്ങിയത് കൈസറുടെ മുമ്പിലല്ല, അണലിയുടെ മുമ്പിലാണ്. കൊത്തി തകർക്കുമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അണലി തകർന്നു പോയി. എന്നാ കാര്യം എന്നറിയോ? ഒറ്റ പ്രോഫസിയാ, കൈസറുടെ മുമ്പിൽ നിൽക്കാൻ പോകും. അണലി വരുന്നതിന് മുമ്പ് പ്രോഫസി എത്തിക്കഴിഞ്ഞു. അണലി വരുന്നതിന് മുമ്പ് പ്രവചനം വന്നു കഴിഞ്ഞു. ആ ഒറ്റ പ്രോഫസിയാ അണലിയെ ജയിച്ചത്. വിഷമിറങ്ങാതൊന്നും ഇരുന്നില്ല കേട്ടോ. വിഷമിറങ്ങി ചാകാതിരുന്നത് പ്രോഫസി കിടക്കുക. വിഷമിറങ്ങിയില്ലെന്നാരും പറയല്.
അതുകൊണ്ട് ആ മെലീത്തക്കാർ ബർബരന്മാർ പറയുന്നേ, കടലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് നീതി ദേവി ഇവനെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല. കാര്യം പാമ്പ് കൊത്തിയതാണ്. വിഷം ഇറങ്ങി, പക്ഷെ വിഷം കയറുന്നതിന് മുമ്പ് പ്രവചനം കയറി. എടാ, പ്രവചനം ദൈവം ഈ ഞായറാഴ്ച നിനക്ക് കൈമാറുന്നത്. നാളെ അണലി വരാൻ പോവാ. നാളത്തെ അണലിയെ ജയിക്കാൻ അഡ്വാൻസ് മെഡിസിൻ കൈസറുടെ മുമ്പിൽ നിൽക്കാൻ പോകയാ. ഈ പ്രവചനം പിടിക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? അടുത്ത ബുധനാഴ്ച പ്രതികൂലം വരാൻ പോവാ. അടുത്ത വ്യാഴാഴ്ച പ്രതിസന്ധി വരാൻ പോകയാ. അത് അകത്ത് കയറുന്നതിന് മുമ്പ് അകത്തൊരു പ്രോഫസി കൈസറുടെ മുമ്പിൽ നിൽക്കാൻ പോകയാ. നിന്നു. അങ്ങനെ റോമയിൽ എത്തി. കേട്ടോ, 28 അങ്ങനെ പറയുന്നു. റോമയിൽ എത്തി. എത്തിക്കുമെന്ന് പറഞ്ഞാൽ എത്തിക്കും. എത്തി. പറ ആമേ. തീർന്നില്ല. വാടകയ്ക്കൊരു വീടും കൂടി എടുത്ത്, കൂലിക്കൊരു വീടും കൂടി എടുത്തെന്ന്. പൗലോസേ, ഇന്നും വാടക പരിപാടിയൊന്നും മാറിയിട്ടില്ലേ? മിണ്ടാതിരിക്കുന്നത് എനിക്കല്ല, സഭയ്ക്കാ. എന്നാ പരിപാടി? ഒരു 2 വർഷം. എന്തിനാ? അടുത്ത ആർമി. എന്ന് വെച്ചാ ഞാൻ പാനീയാഗമായി ഒഴിക്കപ്പെടാൻ പോവാ. എനിക്ക് ചിലതിനെ പുറത്തിറക്കാനുള്ള ഇടപാട് ചെയ്തിട്ടാ പോകുന്നത്. ഇതൊന്നും വംശനാശം വരില്ല. ഈ പ്രസ്ഥാനം ഇത് രക്തം കൊടുത്തവന്റെ പ്രസ്ഥാനമാ. അവസാനം കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. കാരാഗ്രഹത്തിൽ കുറച്ച് പുസ്തകങ്ങൾ പുള്ളിക്ക് സ്വന്തമായിട്ടുണ്ട്. ഒരു 2 ഞാൻ പുള്ളിക്ക് സ്വന്തമായിട്ടുള്ളതാ. കുറച്ച് പുസ്തകങ്ങൾ. എന്നാ സമ്പാദ്യം നോക്കി. എന്നിട്ട് പുതയ്ക്കാൻ ഒരു ചെറിയ പറയുന്നേ കുറച്ച് പുസ്തകമൊക്കെ ആയിട്ട് പുള്ളി ഭയങ്കര ധനവാൻ. ഇങ്ങനത്തെ ഒരു സമ്പന്നൻ വേറെ ഇല്ല. പുള്ളി വളരെ അഭിമാനത്തോടെ എന്ത് കാത്തിരിക്കാന്നറിയാമോ? അറുക്കാനുള്ള വാള് കാത്തിരിക്കുക. ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ഞാൻ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? എന്നെ ഒറിജിനലായ അവൻ്റെ അടുക്കൽ എത്തിക്കാൻ ഒരു വാഹനം വരുന്നുണ്ട്. ആ വാഹനം വെയിറ്റ് ചെയ്ത് ഞാൻ കാത്തിരിക്കുകയാണ്. പോകാൻ ഞാൻ തയ്യാറായിരിക്കുകയാണ്. ദീർഘവർഷങ്ങളിലെ ശുശ്രൂഷയോ ആകത്തുക മൊത്തം എടുത്ത് പാമ്പാടി സഭയിലെ ഓരോ വീരന്മാർക്കും പറയാൻ പറ്റും, എന്നാ നേടി പൗലോസേ? ഇതൊക്കെയാണോ നേടിയത്? പൗലോസ് പറയും യെസ് യെസ് യെസ്. പക്ഷെ ഞങ്ങളുടെ ദൃഷ്ടിയിൽ നീ ഒരു ബിഗ് ഹീറോയാ. അവൻ പറയും എൻ്റെ ദൃഷ്ടിയിൽ ഞാനൊരു ഹീറോയാ. എൻ്റെ ദൃഷ്ടിയിൽ ഞാനൊരു ഹീറോയാ. കാര്യം എൻ്റെ ഒരു ഒറ്റ നിമിഷം പോലും ഞാൻ കളഞ്ഞിട്ടില്ല. ഞാൻ ഒത്തിരി നേടി. ഒന്നും ഇവിടെയല്ല, കാണാം. അവിടെ നിങ്ങൾ വരുമ്പോൾ എന്നെ കാണാം. അന്ന് പേര് വിളിക്കും പൗലോസ്. ഞാനന്ന് ചെല്ലും. അന്ന് ഈ പുസ്തകം അവിടെ കാണിക്കും. അവൻ ഞാൻ നേടിയത് മുഴുവൻ ഞാൻ അവിടെ കാണും. നിങ്ങളും അന്ന് അവിടെ കാണും. തണുപ്പിനെ അകറ്റാൻ വേണ്ടിയുള്ള ഒരു പുതപ്പ് സ്വന്തമായിട്ടുണ്ടായിരുന്നു. ഫെസിലിറ്റിക്ക് വേണ്ടിയല്ല അവൻ്റെ ലൈഫ് മുഴുവൻ കളഞ്ഞത്, സഭയ്ക്ക് വേണ്ടിയാണ്. ഇനി അവൻ നോക്കൂ, പൗലോസ് ഒരു മൂലെ മാറിക്കുത്തിയിരിക്കുകയാണ്. മീൻസ് ഇവിടെ ഒന്ന് സൈഡിലോട്ടൊന്ന് ഒന്നിരുന്നേ സൈഡിലോട്ട് ചേർന്നിരുന്നേ. പൊതച്ച് തണുപ്പിനെ അകറ്റിയിരിക്കുക. കുറച്ച് പുസ്തകം കൂടി ചങ്കൂടി ചാരി മാറോട് ചേർത്ത് വെച്ച് അഭിമാനത്തോടെ ഇരിക്കുമ്പോൾ പട്ടാളക്കാരൻ വന്നിട്ട് പറഞ്ഞു, ടൈമായി. എന്തിനുള്ള ടൈം? കഴുത്തറുക്കാൻ പോവാ. ഉടനെ പറഞ്ഞു യെസ് ഐ എം റെഡി, പക്ഷെ ജസ്റ്റ് 5 minutes. എന്താ 5 minutes? പേടിച്ചിട്ടാണോ? നോ 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 നോ. കൺക്ലൂഷൻ എന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൻ്റെ കൺക്ലൂഷൻ എനിക്ക് എഴുതണം. എഴുതിക്കോ. പുള്ളി അടുത്ത പുസ്തകം തുറന്നു. പുള്ളി എഴുതി, ഞാനോ ഇപ്പോൾ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ നിര്യാണ കാലം അടുത്തിരിക്കുന്നു. ഞാൻ നല്ല പോർപ്പൊരുത്തി. ഞാൻ ഓട്ടം തികച്ചു. ഞാൻ വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുക. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച
ഇന്നിവിടെ നിന്ന് വാവിട്ട് കരഞ്ഞാലും മതി വരില്ല. കർത്താവിലേക്ക് കുറച്ചുകൂടെ അടുത്തേ മതിയാകുള്ളൂ. ആ ഭക്തനെ കഴുത്തറുത്ത് കൊല്ലുമ്പോൾ ആ ചങ്കിലെ ചോര സഭയ്ക്ക് വിത്താക്കി ഒഴുക്കിയ നസ്രായിൻ്റെ തൊട്ടു പുറകെ ആ ഭക്തൻ്റെ രക്തവും സഭയ്ക്ക് കുറെ വിത്താക്കി. അദ്ദേഹം പറന്നുപോയി. പറ, കൂലിക്ക് വീടെടുത്ത് സുവിശേഷ വേലയ്ക്ക് തുടർച്ച കൊടുത്ത ഭക്തനോ സ്വന്തം വീട്ടിൽ താമസിക്കുന്ന നമ്മളോ ആരാണ് ഭാഗ്യവാൻ? അവൻ്റെ കണ്ണിൻ്റെ മുമ്പിലെ ഒരു ഭാഗ്യകരമായ അവസ്ഥയ്ക്ക് വേണ്ടി പൗലോസ് ചപ്പൊന്നും ചവറൊന്നും എണ്ണിയത് നമുക്കും ചപ്പൊന്നും ചവറൊന്നും എണ്ണി മണ്ണെ പ്രതി മാണിക്യം കൈവിടില്ല കർത്താവേ എന്ന് പറയാൻ പറ്റുന്നവർ മാത്രം കണ്ണുകളെ അടച്ച് അങ്ങനെ ഒരു തീരുമാനം ഹൃദയത്തിൽ നിന്ന് എടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയുള്ളവരെല്ലാം നോക്കി ഞാൻ പ്രവചിക്കാം. നീ കൈസറുടെ മുമ്പിൽ നിൽക്കാൻ പോവുക. നിനക്ക് മുമ്പോട്ടൊരു മിനിസ്ട്രി ഉള്ളത് ഇങ്ങനെയാണ്. ധൈര്യമായിരി, യേശു നിൻ്റെ കൂടെയുണ്ട്. ജനത്തിന് വേണ്ടി അടിയും പ്രാർത്ഥിക്കുന്നു. എത്ര നാൾ ഞങ്ങൾ ഈ ഭൂവിലുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നില്ല. നാളെ എന്ത് സംഭവിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് നീ മറച്ചു വെച്ചിരിക്കുന്നു. ഞങ്ങൾക്ക് വിലപ്പെട്ട ദിവസം ഇന്നത്തെ ദിവസമാണ്. ഞങ്ങൾക്കൊന്നറിയാം, ഞങ്ങൾ ആരെയാ വിശ്വസിക്കുന്നത്, ഞങ്ങളെ ആരാ ഞങ്ങളെ വിളിച്ചത്, ഞങ്ങളെ ഏൽപ്പിച്ചത് ആരാന്ന് ഞങ്ങൾക്കറിയാം. ഓരോ സമയങ്ങളിൽ ആലോചന പറഞ്ഞു തന്ന് കൊത്തുന്ന അണലിയുടെ മുമ്പിൽ ഞങ്ങളെ ജയിപ്പിച്ചവനെ ഞങ്ങൾക്ക് അറിയാം. കണ്ടിന്യൂ ചെയ്യുന്ന പ്രതികൂലങ്ങളുടെ നടുവിലും മനുഷ്യനെല്ലാം മാറി മാറി വരും കർത്താവേ. ഇന്ന് ചിരിക്കുന്നവർ നാളെ മുഖം മറച്ചു കളയും. ഇന്ന് വിളിക്കുന്നവർ നാളെ വിളിക്കാതെ വരും. ഞങ്ങൾ ഒത്തിരി അനുഭവിച്ചു. ഞങ്ങൾക്കൊരു സത്യം അറിയാം, മനുഷ്യരെല്ലാം മാറി മറിഞ്ഞു വരും, പ്രതികൂലങ്ങളെല്ലാം കണ്ടിന്യൂ ചെയ്തു വരും. പക്ഷേ അതിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ദൈവകൃപ ഞങ്ങൾ ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി സ്വീകരിക്കുകയാണ്. മനസ്സ് തുറന്ന് സ്വീകരിക്കുകയാണ്. വായ് തുറന്ന് സ്വീകരിക്കുകയാണ്. നിർത്തിയ കൃപയ്ക്കായി സ്തോത്രം. തുടർന്ന് നിർത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.